Okay, guys. So last day we have actually covered different standards. അപ്പോൾ അത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തത് Okay, guys. So last day. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അതേപോലെ തന്നെ IFRS 9 നമ്മൾ കവർ ചെയ്തു, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ IAS 32 നമ്മൾ കവർ ചെയ്തു, ആൻഡ് ഈവൻ വി ഡിസ്കസ്ഡ് അബൌട്ട് റവന്യൂ. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് ഉള്ള ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡാണ് വിച്ച് ഈസ് ഗോയിങ് ടു ഡീൽ വിത്ത് IFRS 16. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡാണ് എന്തെന്ന് പറയുന്നത് IFRS 16. സോ IFRS 16 മെയിൻലി ഡീൽസ് വിത്ത് ലീസ് ആണ് മെയിൻലി IFRS 16ൻ്റെ ഒരു ഫോക്കസ് ചെയ്യുന്ന ഏരിയ. അപ്പോൾ വി നോ ദാറ്റ് ലീസ് എന്ന് പറയുമ്പോൾ എഗെയിൻ അതൊരു കൈൻഡ് ഓഫ് നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ച പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ലീസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. കാരണം ലീസും എന്താണ്, ആസ് വി ഹാവ് സീൻ വിത്ത് റെസ്പെക്ട് ടു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ലീസ് ഇസ് ഓൾസോ എ കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്. അപ്പോൾ ലീസിലും ഒരു രണ്ട് പാർട്ടീസാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ആരൊക്കെയാണ്? ദ ലെസർ ഹാവിങ് ദ റൈറ്റ് ടു റിസീവ് ദ ലീസ് പേയ്മെൻറ്റ്. അപ്പോൾ ലെസറിനെ സംബന്ധിച്ചോളം ഇതെന്താണ്, ലീസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ അസറ്റാണ്. ലെസറിനെ സംബന്ധിച്ചോളം ഇതൊരു ഫിനാൻഷ്യൽ അസറ്റാണ്. ആൻഡ് ഇൻ ദ കോൺട്രാക്ട് ഇൻ വിച്ച് ലെസ്സി, സെക്കൻഡ് പാർട്ടി ലെസ്സിനെ സംബന്ധിച്ചോളം എന്താ, ലെസ്സി ഹാവ് ദ ഒബ്ലിഗേഷൻ, അല്ലേ, ലെസ്സിക്ക് എന്തുണ്ട്, ഒരു ഒബ്ലിഗേഷൻ ഉണ്ട് ടു പേ ദ ലീസ് പേയ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ. ലെസ്സിനെ സംബന്ധിച്ചോളം എന്തായിരിക്കും, ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി ആയിരിക്കും. ഫോർ ലെസ്സി ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ലയബിലിറ്റി. ഓക്കെ, സോ IFRS 16 നമ്മൾ ആക്ച്വലി ലീസ് പഠിക്കുമ്പോൾ ആ ലീസിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഒക്കെ തന്നെ അപ്പോൾ നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചുകൊണ്ട് നമുക്ക് ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ക്യാൻ യു ജസ്റ്റ് റിപ്ലൈ ഇൻ ദ ചാറ്റിലൊന്ന് പറയാമോ? അപ്പോൾ ലീസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിൻലി നോക്കുന്നത് ലെസ്സിയുടെ സൈഡിൽ നിന്ന് ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നോക്കാറുണ്ട്, ആൻഡ് ഈവൻ വി ആർ ലുക്കിംഗ് അറ്റ് ദ ലെസർ സൈഡ്. അപ്പോൾ ആദ്യം നമുക്ക് ലെസ്സി അക്കൗണ്ടിങ് നോക്കാം. സോ വെൻ ലെസ്സി അക്കൗണ്ട് ഫോർ ദ ലീസ്, വി നോ ദാറ്റ് ലെസ്സിക്ക് ഇവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. സോ വി ഹാവ് ടു ക്രിയേറ്റ് എ ലീസ് ലയബിലിറ്റി. ഓക്കെ, അഗെയിൻസ്റ്റ് ദാറ്റ് നമുക്കൊരു അസറ്റ് കിട്ടുവാണ് ത്രൂ ദിസ് ലീസ് കോൺട്രാക്ട്. അപ്പോൾ നമ്മൾ ആ അസറ്റിനെ റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു RTU എന്ന് പറയുന്നത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. സോ വി ഹാവ് ടു ബുക്ക് ആൻ അസറ്റ് ആസ് വെൽ ആസ് എ ലയബിലിറ്റി ഇൻ അവർ ബുക്സ്. ഓക്കെ, നമ്മൾ അസറ്റിനെയും റെക്കോർഡ് ചെയ്യും, ഒരു ലയബിലിറ്റീനെ റെക്കോർഡ് ചെയ്യും. ഫൈൻ. സോ വെൻ എവർ ലെസ്സി റെക്കോർഡ് എ ലീസ് ഇൻ അവർ ബുക്സ്, അപ്പോൾ ലെസ്സി അതിനെ അക്കൗണ്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ നോർമൽ റെൻ്റൽ എക്സ്പെൻസ്. ലെസ്സിക്ക് ആ പർട്ടിക്കുലർ അസറ്റിൻ്റെ കൺട്രോൾ ഈ ലീസ് കോൺട്രാക്ട് ത്രൂ കിട്ടുന്നതുകൊണ്ട് അസറ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. ദെൻ വി ഹാവ് എൻ ഒബ്ലിഗേഷൻ ടു പേ ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്, സോ വി ഹാവ് ടു റെക്കോർഡ് ലീസ് ലയബിലിറ്റി ആസ് വെൽ. ഓക്കെ, ദാറ്റ്സ് ഹൗ ലെസ്സി ഈസ് ഗോയിങ് ടു അക്കൗണ്ട് ഇറ്റ്. ഇനി ലെസറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫ്രം ദ ലെസേഴ്സ് പെർസ്പെക്റ്റീവ്, ഇഫ് രണ്ട് ടൈപ്പ് ഓഫ് ഓപ്ഷനാണ് ലെസറിന് നമുക്ക് ലീസിന് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. ലെസറിന് എയ്തർ ദേ ക്യാൻ അക്കൗണ്ട് ഇറ്റ് ആസ് എ ഫൈനാൻസ് ലീസ് or they can account it as an operating lease. ഓക്കെ, അപ്പോൾ ലെസ്സിക്ക് ഒരു കോൺട്രാക്ട് ലീസ് ആണെന്ന് തോന്നുവാണെങ്കിൽ, ഹൗ വിൽ യു ഐഡൻറ്റിഫൈ എ കോൺട്രാക്ട് കണ്ടെയ്ൻസ് എ ലീസ്? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കോൺട്രാക്ട് ലീസ് ആണോ അല്ലയോ എന്നുള്ളത്? ആ പർട്ടിക്കുലർ ലീസ്ഡ് അസറ്റ് എന്താണോ, അണ്ടർലൈങ് അസറ്റ് എന്താണോ, അതിൻ്റെ ഐഡൻറ്റിഫൈബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആയിരിക്കണം. അത് സ്പെസിഫിക്കലി നമുക്ക് വേണ്ടി കിട്ടുന്ന ഒരു അസറ്റ് ആയിരിക്കണം. സോ ദർ ഷുഡ് ബി ആൻ ഐഡൻറ്റിഫൈബിൾ അസറ്റ്. അതിൻ്റെ എല്ലാ റൈറ്റ്സും ഓവർ ദ പീരീഡ് ഓഫ് ദാറ്റ് ലീസ് പീരീഡിൻ്റെ ടൈമിൽ ആർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം? ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം. എല്ലാ റൈറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഓൾ എക്കണോമിക് ബെനിഫിറ്റ്സ് ആസ് വെൽ ആസ് ദ ഡയറക്ഷൻ ടു യൂസ്. അപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ, ലെസ്സിൻ്റെ ബുക്സിൽ നമ്മൾ ലീസ് റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ IFRS 16 ലീസിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ദർ വിൽ ബി എ ജഡ്ജ്മെൻറ്റൽ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദിസ് concept, that is identify whether it's a lease or not. We have to identify ഒരു കോൺട്രാക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, അത് ലീസാണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സർവീസ് കോൺട്രാക്റ്റ് ആണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് നോളജ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട മക്കളെ? സോ ഹൗ വിൽ യു ഐഡൻറ്റിഫൈ ഇറ്റ്? ചില ക്രൈറ്റീരിയാസ് ചെക്ക് ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണ്? Are you able to identify an asset there? ഒരു അണ്ടർലൈങ് അസറ്റിനെ നിങ്ങൾക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക.
So we need to check whether you are able to identify an underlying asset. Then, are you able to enjoy the economic benefits? ആ പറയുന്ന അസറ്റ്സിൻ്റെ എല്ലാ എക്കണോമിക് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ. ദെൻ മൂന്നാമത്, ആ അണ്ടർലൈങ് അസറ്റിൻ്റെ ഡയറക്ഷൻ ടു യൂസ് ലെസിക്ക് കൊടുത്തിട്ടുണ്ടോ നോക്കുക. ഓക്കെ. അപ്പോൾ ഈവൻ ആഫ്റ്റർ ദ ലീസ്, ഡ്യൂറിങ് ദ ലീസ് പീരീഡ് എല്ലാ റൈറ്റ്സും, അണ്ടർലൈങ് അസറ്റിൻ്റെ എല്ലാ റൈറ്റ്സും ആർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം? ലെസിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അല്ല ഇൻ ബിറ്റ്വീൻ വല്ലതും നമ്മൾ ലെസർ ഇപ്പോൾ ഈ പറയുന്ന അസറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് ലെസറിനുണ്ട്, അല്ലെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ ചില റെസ്ട്രിക്ഷൻസ് ലെസർ വെക്കുന്നുണ്ടെങ്കിൽ വി കനോട്ട് സേ ദാറ്റ് ഇറ്റ്സ് എ ലീസ്. വി വിൽ അക്കൗണ്ട് ഇറ്റ് ജസ്റ്റ് ആസ് എ സർവീസ് കോൺട്രാക്ട് ആസ് പെർ IFRS 15. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ ലീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൺസ് യു ഐഡൻറ്റിഫൈ ഇറ്റ് ആസ് എ ലീസ്, ദെൻ വി നീഡ് ടു റെക്കഗ്നൈസ് ദാറ്റ് അസെറ്റ് ആൻഡ് ലയബിലിറ്റി ഇൻ അവർ ബുക്സ്, ഇൻ ദ ബുക്സ് ഓഫ് ലെസി. അപ്പോൾ എന്തായിരിക്കും അസറ്റ് സൈഡിലോട്ട് നമ്മൾ റൈറ്റ് ടു യൂസ് ഓഫ് അസെറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇതിനെ കാണിക്കുന്നുണ്ടാവുക. സോ ഈവൻ ദോ വി ഹാവ് ദ കൺട്രോൾ, അപ്പോൾ ബുക്സിൽ നോക്കുന്ന സമയത്ത്, ലെസീൻ്റെ ബുക്സിൽ നോക്കുന്ന സമയത്ത് ഒരാൾക്ക് മനസ്സിലാവും ഓക്കെ ഇത് റൈറ്റ് ടു യൂസ് ഓഫ് അസെറ്റ് ആണ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ്സ് എ ലീസ്ഡ് അസെറ്റ്. അപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ദ സെയിം വേ വിൽ റെക്കോർഡ് എ ലീസ് ലയബിലിറ്റി ആസ് വെൽ. നമ്മൾ ബുക്സിൽ എന്ത് റെക്കോർഡ് ചെയ്യും മക്കളെ? ലീസ് ലയബിലിറ്റിയും റെക്കോർഡ് ചെയ്യും. ഓക്കെ. നൗ ബട്ട് ഇൻ ദ കേസ് ഓഫ് ലെസറിൻ്റെ ബുക്സിലോട്ട് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ലെസറിന് 2 ഓപ്ഷൻ ഉണ്ട്. ടു അക്കൗണ്ട് ഫോർ ദ ലീസ് ലെസർ ഹാവ് ഗോട്ട് 2 ഓപ്ഷൻസ്. എന്തൊക്കെയാ? ഒന്നെങ്കിൽ ദേ ക്യാൻ അക്കൗണ്ട് ഇറ്റ് ആസ് എ ഫൈനാൻസ് ലീസ്. ഒന്നെങ്കിൽ ലെസറിന് ഇത് ഫൈനാൻസ് ലീസായിട്ട് അക്കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ദേ ക്യാൻ അക്കൗണ്ട് ഇറ്റ് ആസ് എ ഓപ്പറേറ്റിംഗ് ലീസ്. ഇപ്പോൾ ഫൈനാൻസ് ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ഫൈനാൻസ് ലീസ്? ഇപ്പോൾ നമ്മുടെ ഈ ലെസർ ആ അസറ്റിൻ്റെ എല്ലാ റിസ്ക്കും റിവാർഡ്സും ലെസിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ വിൽ അക്കൗണ്ട് ഇറ്റ് ആസ് എ ഫൈനാൻസ് ലീസ്. സോ ഫൈനാൻസ് ലീസിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ റിസ്ക് ആൻഡ് റിവാർഡ്സ് ഓഫ് അണ്ടർലൈങ് അസറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ലെസി എന്നുള്ളതാണ് ഫൈനാൻസ് ലീസിൻ്റെ ക്രൈറ്റീരിയ. ഇഫ് ദ റിസ്ക് ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ദ റിസ്ക് ആൻഡ് റിവാർഡ്സ് ആർ നോട്ട് ട്രാൻസ്ഫേർഡ് ദെൻ അത് ജസ്റ്റ് ഒരു ഓപ്പറേറ്റിംഗ് ലീസായിട്ട് കാണിക്കും. ദറ്റ് ഈസ് ഒരു ഇൻകം മാത്രം റെക്കഗ്നൈസ് ചെയ്ത് പോകും. വാട്ട് എവർ ദ ഇൻകം ദാറ്റ് യു ആർ ഗോയിങ് ടു റിസീവ് ഫ്രം ദാറ്റ് കോൺട്രാക്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ പീരീഡിൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലായിരിക്കും നമ്മൾ അതിനെ അക്കൗണ്ട് ചെയ്ത് പോകുന്നുണ്ടാവുക. ഇസ് ക്ലിയർ എവരിവൺ? അപ്പോൾ ലെസറിൻ്റെ ബുക്സിലും ലെസീൻ്റെ ബുക്സിലും എങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ലീസിനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? ഓക്കെ. അപ്പോൾ ഇൻ കേസ് ഓഫ് ലെസർ അതൊരു ഫൈനാൻസ് ലീസ് ആണെങ്കിൽ we know that lessor have the right to receive the future lease payment. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് ലീസ് റിസീവബിൾ ആയിട്ട് കാണിക്കാം. ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ അസറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യണം. ആ പർട്ടിക്കുലർ അസറ്റിനെ നമ്മുടെ ബുക്സിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫൈനാൻസ് ലീസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ബുക്സ് ഓഫ് ലെസേഴ്സ്. അപ്പോൾ ലെസറിൻ്റെ ബുക്സിൽ ലീസ് എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്നും ലെസീൻ്റെ ബുക്സിൽ എങ്ങനെ ലീസ് അക്കൗണ്ട് ചെയ്യണമെന്നുമാണ് നമ്മൾ ജസ്റ്റ് റഫായിട്ട് പറഞ്ഞത്. സോ വി നോ ദാറ്റ് വി ആർ ജസ്റ്റ് റിവേഴ്സിങ് ദ സ്റ്റാൻഡേർഡ്. അപ്പോൾ മെയിൻ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഫൈൻ. നൗ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദിസ് ഐറ്റംസ്? ഈ പറയുന്ന ലീസ് ആണെങ്കിലും ലീസ് ലയബിലിറ്റിയുടെ എമൗണ്ട് ആണെങ്കിലും റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ്സ് ഒക്കെ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് റഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. സോ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ലീസ് ലയബിലിറ്റി? ലീസ് ലയബിലിറ്റി നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വി നോ ദാറ്റ് ഇറ്റ്സ് എ ലയബിലിറ്റി. അതൊരു ലയബിലിറ്റി ആണ് അല്ലേ? അപ്പോൾ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫ്യൂച്ചറിൽ കൊടുക്കാനുള്ള പേയ്മെൻറ്റ്സ് എന്താണോ ദാറ്റ് യു ഹാവ് നോട്ട് പെയ്ഡ് അറ്റ് ദ ഇനിഷ്യൽ കോൺട്രാക്ട് ഡേറ്റ്. അപ്പോൾ ലീസിൻ്റെ കോൺട്രാക്ട് ഡേറ്റിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള എമൗണ്ട് കാണും. ബട്ട് ദർ ആർ സം എമൗണ്ട് വി ആർ സപ്പോസ് ടു പേ ഇൻ ഫ്യൂച്ചർ ഓവർ ദ ലീസ് പീരീഡ്. അപ്പോൾ എന്താണോ നിങ്ങൾ ഫ്യൂച്ചറിൽ ആ ലീസിൻ്റെ പീരീഡിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന പേയ്മെൻറ്റ്സ് അതിൻ്റെ എന്തെടുക്കുക? പ്രസൻറ്റ് വാല്യൂ എടുക്കുക. സോ ലീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് എ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റ്. ഓക്കെ. നമ്മുടെ ഫ്യൂച്ചർ ലീസ് പേയ്മെൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂനാണ് നമ്മളെന്തെന്ന് പറയുന്നത്? വിൽ കോൾ ഇറ്റ് ആസ് ലീസ് ലയബിലിറ്റി. Is it clear everyone? So present value of lease payment ആണ് നമ്മുടെ lease liability എന്ന് പറയുന്നത്.
Okay. So once you calculate that lease liability, ഇതിൻ്റെ സബ്സിക്വൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണ്? വി നോ ദാറ്റ് ലീസ് ലയബിലിറ്റി ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫിനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ലയബിലിറ്റിക്ക് നമ്മൾ IFRS 9 ഫോളോ ചെയ്ത മോഡൽ എന്തായിരുന്നു? അമോർട്ടൈസ് കോസ്റ്റ് മോഡലാണ്. ദാറ്റ് ഈസ് ഓപ്പണിംഗ് പ്ലസ് എഫക്റ്റീവ്. നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ് അനുസരിച്ച് ലയബിലിറ്റി കുറയും, ദെൻ ക്യാരിങ് വാല്യൂ. ആ സെയിം ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ എന്തിനും കൊടുക്കുന്നത്? ലീസ് ലയബിലിറ്റിക്കും കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്പണിംഗ് ലീസ് ലയബിലിറ്റി, ഓക്കെ, പ്ലസ് അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് എന്ത് വരും? വിൽ ചാർജ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലിസിറ്റ് ടു ദ ലീസ്. ലീസിൻ്റെ ആ ചാർജ് നമ്മൾ കൊടുക്കുക. ദെൻ നമ്മൾ ലീസ് പേയ്മെൻറ്റ് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ലയബിലിറ്റി കുറയും. എല്ലാ വർഷവും നമ്മൾ ആനുവൽ ലീസ് പേയ്മെൻറ്റ് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ എന്ത് കുറയും? ലീസ് ലയബിലിറ്റി കുറയുന്നു. യു വിൽ ഗെറ്റ് ദ ക്യാരിങ് വാല്യൂ, ദ ക്ലോസിംഗ് ലീസ് ലയബിലിറ്റി. ഓക്കെ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അമോർട്ടൈസ് കോസ്റ്റ് മോഡലാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുവാണെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് IFRS 9 നമ്മൾ പഠിച്ച അതേ ഒരു ഫോർമാറ്റാണ് ഇവിടെയും ഫോളോ ചെയ്ത് പോകുന്നത്. ഓക്കെ. സോ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലീസ് പേയ്മെൻറ്റ് ഇൻ അരിയേഴ്സ് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവസാനം അത് എന്ത് ചെയ്തേക്കുന്നത്? ഡിഡക്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ദെൻ സർട്ടൺ കേസസ് ചിലപ്പോൾ എന്ത് വരാം? ലീസ് പേയ്മെൻറ്റിന് അഡ്വാൻസ് വരാം. ലീസ് പേയ്മെൻറ്റ് അരിയേഴ്സിന് വരാം, അഡ്വാൻസ് വരാം. അപ്പോൾ അഡ്വാൻസ് വരുമ്പോൾ എന്താ സനാരിയോ? ഇഫ് ഇറ്റ് ഈസ് എൻ അഡ്വാൻസ് ആണെങ്കിൽ എന്താ പ്രത്യേകത? എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഈ ഫോർമാറ്റിന്? അഡ്വാൻസ് ആണെങ്കിൽ ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദിസ് ഫോർമാറ്റ്? യെസ്, ചേഞ്ച് വരും. അഡ്വാൻസ് ആണെങ്കിൽ ഓപ്പണിംഗ് ലീസ് ലയബിലിറ്റി അതേപോലെ വരും. ബട്ട് ഓപ്പണിംഗ് ലീസ് ലയബിലിറ്റി നമ്മൾ എന്ത് കുറയ്ക്കും? ആദ്യം വി വിൽ ഡിഡക്ട് ദ ലീസ് പേയ്മെൻറ്റ്. ലീസ് പേയ്മെൻറ്റ്സ് നമ്മൾ ആദ്യം കുറയ്ക്കണം. കാരണം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വി ആർ പേയിങ് ദ ലീസ് പേയ്മെൻറ്റ്. അപ്പോൾ അത് കുറച്ചിട്ടുള്ള നെറ്റ് എമൗണ്ടിൽ എന്ത് വരത്തുള്ളൂ? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരത്തുള്ളൂ. അത് കുറച്ചിട്ടുള്ള നെറ്റ് എമൗണ്ടിൽ നമ്മൾ എന്ത് ചാർജ് ചെയ്താൽ മതി? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്താൽ മതി. അപ്പോൾ പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നത് എന്തായിരിക്കും? ആ നെറ്റ് എമൗണ്ടിലായിരിക്കും, ഓപ്പണിംഗ് വാല്യൂലല്ല. ദെൻ ഫൈനലി യു വിൽ ഗെറ്റ് ദ ക്ലോസിംഗ് എമൗണ്ട്. Is it clear? അപ്പോൾ സോ ഐ തിങ്ക് ദർ ഇസ് സം ഇഷ്യൂ വിത്ത് ദ ഡോക്സ്. ഗൂഗിൾ ഷീറ്റിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. സോ ദിസ് പാർട്ട് ഈസ് ഫൈൻ. അപ്പോൾ ലീസിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്നോ ക്ലിയർ ആണോ? Is it clear everyone? സോ ഈ ലീസിൻ്റെ രണ്ട് സെനാരിയോസ് ഒക്കെ ആണോ? ജസ്റ്റ് 1 സെക്കൻഡ്, ഞാനൊന്ന് എക്സൽ ഒന്ന് എടുത്തോട്ടെ. Is it clear now? ഓക്കെ ആണല്ലോ? ഫൈൻ. ബട്ട് ഇതേ കാര്യം ലെസറിൻ്റെ കേസിൽ വരുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. ലെസറിന് വരുമ്പോൾ വ്യത്യാസമൊന്നുമില്ല. ലെസറിനാണെങ്കിൽ ഓപ്പണിംഗ് എന്തായിരിക്കും വരുന്നത്? ഓപ്പണിംഗ് ലീസ് റിസീവബിൾ ആയിരിക്കും. ഈ സെയിം കാര്യം ലെസറിലോട്ട് വരുമ്പോൾ ദെൻ അവിടെ എന്ത് വരും? ഇൻട്രസ്റ്റ് റേറ്റ് വരും. ബട്ട് ലെസറിലോട്ട് വരുമ്പോൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ആ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ അസറ്റിൻ്റെ, ഫിനാൻഷ്യൽ അസറ്റിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ലീസ് റിസീപ്റ്റ്സ് അനുസരിച്ച് എന്ത് ചെയ്യണം? എമൗണ്ട് കുറയണം. ആൻഡ് യു വിൽ ഗെറ്റ് ദ ക്ലോസിംഗ് ലീസ് റിസീവബിൾ.
അപ്പോൾ ഓൾമോസ്റ്റ് ദ സെയിം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ അസറ്റിൻ്റെയും ഫിനാൻഷ്യൽ ലയബിലിറ്റിൻ്റെയും അമോർട്ടൈസ് കോസ്റ്റ് മോഡലിൻ്റെ ആ ഒരു സെയിം ഫോർമാറ്റാണ് എവിടെയും ഫോളോ ചെയ്യുന്നത്, ലീസിലും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈവൻ ഇറ്റ്സ് ഫോർ ലെസ്സർ ഓർ ലെസ്സി. അപ്പോൾ ലെസ്സറിലേക്ക് വരുമ്പോൾ ആകെ വ്യത്യാസം, ലെസ്സറിന് 2 ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. എന്താ? ഏത് ദേ ക്യാൻ അക്കൗണ്ട് ഇറ്റ് ആസ്, ഒന്നെങ്കിൽ അതിനെ എന്തായിട്ട് അക്കൗണ്ട് ചെയ്യാം, ഫൈനാൻസ് ലീസ് ഓർ ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ ഫൈനാൻസ് ലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഫൈനാൻസ് ലീസ്? റിസ്ക് ആൻഡ് റിവാർഡ്സ് നമ്മൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? ലെസ്സിക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓപ്പറേറ്റിംഗ് ലീസിലാണെങ്കിൽ ദാറ്റ് ട്രാൻസ്ഫർ വിൽ നോട്ട് ഹാപ്പൻ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓവറോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ഇൻകം, ആ ഓവറോൾ റെൻ്റൽ ഇൻകം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എന്ത് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്ത് പോവാം. എന്താണ് നിങ്ങളുടെ ആ ഓവറോൾ റെൻ്റൽ എമൗണ്ട്, ആ ഓവറോൾ റെൻ്റൽ ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ അക്കൗണ്ട് ചെയ്ത് പോവാം. ലെറ്റ്സ് സേ ഇഫ് ഇറ്റ് ഈസ് ഫോർ 18 months, ആ ടോട്ടൽ ഇൻകം എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻ ടോട്ടൽ ഇൻ ദ ഫോം ഓഫ് റെൻറ്റ്. ആ റെൻറ്റിനെ ചിലപ്പോൾ റെൻറ്റ് അഡ്വാൻസ് ആയിട്ടൊക്കെ അവർ തരുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട അക്രൂവൽ ബേസിസിലാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ എന്താണോ നമുക്ക് ആ ലെസ്സറിൻ്റെ നിന്ന് കിട്ടുന്ന ഇൻകം നോക്കുക, റെൻ്റൽ ഇൻകം, അതേ ഡിവൈഡ് ബൈ എത്ര മന്ത്സ് ഉണ്ടോ ലീസിൻ്റെ പീരീഡ്. ഇഫ് ഇറ്റ് ഈസ് 18 months, then we'll split it for 18 months. If it is for 8 months, then we'll split it for 8 months. സോ അങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലീസിൽ എന്ത് ചെയ്യുന്നത്, ആ റെൻ്റൽ ഇൻകം റെക്കഗ്നൈസ് ചെയ്യേണ്ടത് P&L. ബട്ട് ദെയർ വി വിൽ നോട്ട് ഡീറെക്കഗ്നൈസ് ദ അസറ്റ്, കാരണം കൺട്രോൾ ട്രാൻസ്ഫർ ആവുന്നില്ല. ഓപ്പറേറ്റിംഗ് ലീസിൽ എന്ത് ചെയ്യുന്നില്ല, കൺട്രോൾ ഈസ് നോട്ട് ഗെറ്റിംഗ് ട്രാൻസ്ഫേർഡ്. ഓക്കെ ആണോ? സോ ദിസ് പാർട്ട് ഈസ് ക്ലിയർ എവരി വൺ. ഇപ്പോൾ ലീസിൻ്റെ അക്കൗണ്ടിങ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ലെസ്സർ ആൻഡ് ലെസ്സി. Any doubts in that part? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി ഇതിൽ അഡീഷണൽ ഒരു നോളജ് ഏരിയ നമ്മൾ ഓർക്കേണ്ടത് റീഅസസ്മെൻറ്റ് ഓഫ് ലീസ് ലയബിലിറ്റി ആണ്. റീഅസസ്മെൻറ്റ് എന്ത് വരാം, ലീസ് ലയബിലിറ്റിയിൽ ഒരു റീഅസസ്മെൻറ്റ് വരാം. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത ലീസ് ലയബിലിറ്റി ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഏതൊക്കെ സിറ്റുവേഷനിലാണെന്ന് പറയാമോ? സോ അത് നമുക്ക് FR ഇല്ലാത്തൊരു ഏരിയ ആണ്, ബട്ട് സംതിങ് ദാറ്റ് യു ആർ ഗോയിങ് ടു ലേൺ ഇൻ SPR or you are already learned. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പറഞ്ഞേ, ഏത് മൊമെൻറ്റിലാണ് നമുക്ക് ലീസ് ലയബിലിറ്റി റീഅസസ് ചെയ്യേണ്ടി വരുന്നത്? ഏത് മൊമെൻറ്റിലാണ് നമുക്ക് ലീസ് ലയബിലിറ്റി റീഅസസ് ചെയ്യുന്നത് വരുന്നത്? പറയാം. Can you reply in the chat? നമ്മൾ ഓൾറെഡി ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ലൈവ് ക്ലാസ്സിലും റെക്കോർഡിങ്സിലും ഒക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. Can you reply in the chat? ലീസ് ലയബിലിറ്റി റീഅസസ് ചെയ്യേണ്ടി വരുന്ന എപ്പോഴാണ്? ഓക്കെ, നമ്മുടെ ഫ്യൂച്ചർ പേയ്മെൻറ്റ്സ്, ലീസിൻ്റെ ഫ്യൂച്ചർ പേയ്മെൻറ്റ്സിൽ ഒരു വ്യത്യാസം വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലീസ് ലയബിലിറ്റി റീഅസസ് ചെയ്യേണ്ടി വരുന്നത്. സോ അങ്ങനെ റീഅസസ് ചെയ്യേണ്ട സിറ്റുവേഷൻ എപ്പോൾ വരുന്നത്? അത് നോർമലി വരുന്നത് എപ്പോഴായിരിക്കും? നമ്മുടെ ലീസ് പേയ്മെൻറ്റ്സിൽ ഒരു വ്യത്യാസം വരുന്നത്, ലീസ് പേയ്മെൻറ്റിന് വ്യത്യാസം വരും ഡ്യൂ ടു ഇൻഫ്ലേഷൻ. ഇപ്പോൾ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ മാറുന്ന സമയത്ത് നമുക്കറിയാം എല്ലാത്തിൻ്റെയും വില കൂടും, അതനുസരിച്ച് നമ്മുടെ റെൻറ്റിൻ്റെ എമൗണ്ടും ചിലപ്പോൾ കൂടാം. അപ്പോൾ ആ മാർക്കറ്റിലുള്ള ഇൻഫ്ലേഷൻ കാരണമോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സ് കാരണം, മാർക്കറ്റിലെ ആ ഇൻഡെക്സ് റേറ്റ് മാറുന്നതനുസരിച്ചൊക്കെ എന്ത് വരാം, there will be some changes happening to the lease payment, annual lease payment amount. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, there we have to recalculate. അപ്പോൾ let's say നമ്മൾ 100,000 വെച്ചിട്ടാണ് ലീസ് പേയ്മെൻറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ, മേ ബി ഫ്രം ദ സെക്കൻഡ് ഇയർ ഡ്യൂ ടു ഇൻഫ്ലേഷൻ ഇറ്റ് മേ ഇൻക്രീസ് ടു 120,000 or 150,000 അക്കോർഡിംഗ് ടു ദ ഇൻഫ്ലേഷൻ. അപ്പോൾ വി ഹാവ് ടു റീകാൽക്കുലേറ്റ് ഇറ്റ് ദെയർ. അതൊരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് ടേം there may be some purchase option. ലെസ്സിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ലീസ് അസറ്റ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അത് ഇനിഷ്യലി അറ്റ് ദ ടൈം ഓഫ് ഇനിഷ്യൽ ലീസ് പേയ്മെൻറ്റിൻ്റെ ടൈമിലൊന്നും നമുക്ക് ഒരു മെഷർമെൻറ്റ് ഡേറ്റിലൊന്നും ഇങ്ങനൊരു ഓപ്ഷൻ നമ്മൾ എക്സസൈസ് ചെയ്യുമെന്നുള്ളത് ഷുവർ അല്ലായിരുന്നു. ഓക്കെ, ബട്ട് സബ്സിക്വൻ്റ്ലി മേ ബി ഒരു വർഷം കഴിഞ്ഞപ്പോൾ, ലീസിൻ്റെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ വി ഫീൽ ലൈക്ക് ഓക്കെ, എങ്കിൽ നമുക്ക് ഈ അസറ്റ് ബൈ ചെയ്യാം. അറ്റ് ദ എൻഡ് ഓഫ് ദ ലീസ് ടേം ലെസ്സിക്ക് തോന്നുവാണ് ഞാൻ ഈ അസറ്റ് പർച്ചേസ് ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ തോന്നി. അങ്ങനെയാണെങ്കിൽ ആ ലേറ്റർ ഓൺ പീരീഡിൽ ഇഫ് യു ആർ ഫീലിംഗ് ലൈക്ക് യു വിൽ എക്സസൈസ് ദാറ്റ് പർച്ചേസ് ഓപ്ഷൻ, ആ പർച്ചേസ് ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എമൗണ്ട് പേ ചെയ്യണമല്ലോ, വി ഹാവ് ടു പേ ആൻ എമൗണ്ട്. അത് നമ്മൾ ലീസ് ലയബിലിറ്റിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല, ബിക്കോസ് ഇനിഷ്യലി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നല്ലോ. സോ
whenever they feel like okay they are planning to purchase the asset from the lessor at the end of the lease time, എങ്കിൽ ആ പർച്ചേസ് ഓപ്ഷൻ്റെ എമൗണ്ട് എന്താണോ നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലീസ് ലയബിലിറ്റിയുടെ കാൽക്കുലേഷനകത്തുള്ള കൊണ്ടുവരണം. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലാണ് ലീസ് ലയബിലിറ്റി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത് മക്കളെ, റീഅസസ് ചെയ്യേണ്ടി വരുന്നത്. സോ ദീസ് ആർ ദ ടു സിറ്റുവേഷൻസ് ഇൻ വിച്ച് വിൽ റീഅസസ് ദ ലീസ് ലയബിലിറ്റി. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻറ്റ് നോളജ് ഏരിയ ആണ്. ഓക്കെ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? Can you reply in the chat? ചാറ്റിലൊന്ന് റിപ്ലൈ ചെയ്തേ. അപ്പോൾ ലീസ് ടേംസ് ചേഞ്ച് ചെയ്യുന്നത് മെയിൻലി എന്തുകൊണ്ടായിരിക്കും, ലീസ് പേയ്മെൻറ്റ് മാറുമ്പോഴോ അല്ലെങ്കിൽ പർച്ചേസ് ഓപ്ഷൻ്റെ സിറ്റുവേഷനിലായിരിക്കും ഇത് എക്സസൈസ് ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ്സ് അനദർ നോളജ് ഏരിയ ഫ്രം ലീസ്. അപ്പോൾ ലീസിൽ ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത് ക്വിക്ലി. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ലീസിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. ലാസ്റ്റ് സെനാരിയോ ലീസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട സെനാരിയോ എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. സോ വാട്ട് ഈസ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്? സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധനം സെല്ല് ചെയ്യുന്നുണ്ട്, പക്ഷെ സെല്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് തിരിച്ച് ലീസ് ബാക്ക് ചെയ്യും. ഈ സെല്ല് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് സെല്ല് ചെയ്യുന്ന ആ അസറ്റ് നമ്മൾ എന്ത് ചെയ്യും, ലീസ് ബാക്ക് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മൾ എപ്പോഴും ഇതിൻ്റെ അക്കൗണ്ടിങ് എൻട്രി നമുക്കൊന്ന് പഠിക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അസറ്റ് സെയിൽ ആയിട്ടുണ്ടോ എന്നാണ്, വെദർ ദാറ്റ് ട്രാൻസ്ഫർ ഈസ് എ സെയിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ റിയൽ ലൈഫ് സെനാരിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും സെയിൽ ആൻഡ് ലീസ് ബാക്ക് നടത്തുന്നത് നമുക്കൊരു ഇമീഡിയറ്റ് ഫണ്ടിങ് റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ഒരു അസറ്റ് ഉണ്ട്, ആ അസറ്റ് വിറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഗെറ്റിംഗ് ക്യാഷ്. ഓക്കെ, നമുക്ക് ആ ക്യാഷ് കിട്ടും. ആ ക്യാഷ് നമുക്ക് ഒരു തൽക്കാലം നമ്മുടെ ഫൈനാൻസ് ഓപ്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് ആ അസറ്റ് നമുക്ക് വേണ്ട ഒരു അസറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വിറ്റ ബയ്യറിൻ്റെ നിന്ന് തന്നെ നമ്മൾ ആ അസറ്റ് തിരിച്ച് ലീസിനെടുക്കും. ഇതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്കിൻ്റെ റിയൽ ലൈഫ് സെനാരിയോ. ഇപ്പോൾ എഫ് എമ്മിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ഈസ് ആക്ച്വലി എ ഫിനാൻസ് ഓപ്ഷൻ. ഫൈൻ, അതാണ് ഇതിൻ്റെ റിയൽ ലൈഫ് കൺസെപ്റ്റ്. അപ്പോൾ ചുമ്മാ നമ്മളൊരു സാധനം വിറ്റിട്ട് തിരിച്ച് ലീസിന് എടുക്കുന്ന ഒരു തിയററ്റിക്കൽ സാധനം മാത്രമല്ല ഇത്, ഈവൻ ഇൻ ദ പ്രാക്ടിക്കൽ ടേംസ് ഇറ്റ് ഹാൻ ഹാപ്പൻ. നമ്മുടെ ഒരു നല്ല അസറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വിറ്റിട്ട് തിരിച്ച് ലീസിന് എടുക്കാം. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് സെയിൽ ആൻഡ് ലീസ് ബാക്കിൽ ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റൻ എന്തായിരിക്കണം, ആ ട്രാൻസ്ഫർ ഈസ് എ സെയിൽ ഓർ നോട്ട്. ആ ട്രാൻസ്ഫർ നടന്നത്, ആ സെയിൽ നടന്നത് ശരിക്കും ആണോ, അങ്ങനെ സെയിൽ നടന്നിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഹൗ വിൽ യു ചെക്ക് വെദർ ദ ട്രാൻസ്ഫർ ഈസ് എ സെയിൽ? ആ ട്രാൻസ്ഫർ സെയിലാണെന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? പറഞ്ഞേ, ഒരു അസറ്റ് വിറ്റു അല്ലെങ്കിൽ സെയിൽ നടന്നോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ചെക്ക് വെദർ ദ കൺട്രോൾ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ്. ആ കൺട്രോൾ അവിടെ ട്രാൻസ്ഫർ ആയോ എന്ന് നോക്കുക. ഓക്കെ, സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയ്യറിലേക്ക് ആ അസറ്റിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ആയെങ്കിൽ ആ കൺട്രോൾ ക്രൈറ്റീരിയ നമ്മൾ IFRS 15 ഇന്നലെ പഠിച്ച പോലെ തന്നെ ആ കൺട്രോളിൻ്റെ ക്രൈറ്റീരിയ IFRS 15 നമ്മൾ യൂസ് ചെയ്യും. അത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അവിടെ സെയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ദെൻ സബ്സിക്വൻ്റ്ലി ദർ ഇസ് എ ലീസ് ബാക്ക് ഹാപ്പനിങ്. അപ്പോൾ ലീസ് ബാക്ക് നടക്കുമ്പോൾ ലീസ് ആണെന്നുള്ളത് നമുക്ക് IFRS 16 പ്രകാരം റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ലെറ്റ്സ് സേ എലാൻസ് ഈസ് എ കമ്പനി യു ഈസ് സെല്ലിംഗ് ദാറ്റ് അസറ്റ്. അപ്പോൾ എലാൻസ് ഒരു അസറ്റ് വിൽക്കുവാണ്. അപ്പോൾ വിൽക്കുന്ന സമയത്ത് എലാൻസ് സെല്ലറാണ്. എന്നിട്ട് ആ സെല്ലറായിട്ടുള്ള എലാൻസിന് എന്ത് ചെയ്യുവാണ്, ആ പർട്ടിക്കുലർ അസറ്റിനെ തിരിച്ച് ലീസ് ബാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ലീസ് ബാക്ക് ചെയ്യുമ്പം എലാൻസ് ബിക്കംസ് ലെസ്സി അല്ലേ. അപ്പോൾ സെല്ലറും എൻട്രിയാണ്, ലെസ്സിൻ്റെ എൻട്രിയും ലെസ്സി നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രി, ഇത് രണ്ടും പാസ് ചെയ്യുന്ന ആരുടെ ബുക്സിലാണ്, എലാൻസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിലാണ്. ഓക്കെ, സോ ഹിയർ ദ സെല്ലർ ആൻഡ് ലെസ്സി ഇസ് എ സെയിം പേഴ്സൺ സെയിൽ ആൻഡ് ലീസ് ബാക്കിൽ. അപ്പോൾ ആദ്യം നമ്മൾ സെയിൽ ആൻഡ് ലീസ് ബാക്ക് നോക്കേണ്ടത് എന്താണ്, അവിടെ ലീസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതേപോലെ തന്നെ സെയിൽ നടന്നിട്ടുണ്ടോ എന്ന് നോക്കണം. സെയിൽ നടന്നിട്ടുണ്ടോ നമുക്ക് എങ്ങനെ നോക്കാം, IFRS 15 സെനാരിയോ നോക്കിയാൽ മതി. കൺട്രോൾ ഉണ്ടോ, കൺട്രോൾ അവിടെ ട്രാൻസ്ഫർ ആയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെദർ ദ സെയിൽ ഹാസ് ഹാപ്പൻഡ്. സോ നൗ കമ്മിങ് ടു ദ അക്കൗണ്ടിങ് പാർട്ട്. ഇതിൻ്റെ അക്കൗണ്ടിങ് അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഒരു അസറ്റ് നമ്മൾ വിൽക്കുവാണ്. അപ്പോൾ ഡെബിറ്റ്, നമുക്ക് ക്യാഷ് കിട്ടും. സോ എന്താണോ സെയിൽ പ്രൊസീഡ്സ് അത് നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അസറ്റ് നമ്മൾ വിറ്റു. അപ്പോൾ അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ ഓഫ് ദാറ്റ് അസറ്റ് എന്താണോ അത് നമ്മൾ ബുക്സിൽ നിന്ന് റിമൂവ് ചെയ്യുക. ക്രെഡിറ്റ് ക്യാരിങ് വാല്യൂ ഓഫ് അസറ്റ് കൊടുക്കുക. ഫൈൻ. നൗ ഇനി ലീസ് ബാക്ക് ആണ് നടക്കുന്നത്. അപ്പോൾ ലീസ് ബാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ്, അസറ്റ് ലീസിന് എടുക്കുവാണ് അല്ലേ. ലീസിന് എടുക്കുമ്പോൾ നമുക്കറിയാം എൻട്രി എന്താ, ഡെബിറ്റ് റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ്
ക്രെഡിറ്റ് ലീസ് ലയബിലിറ്റി. ക്രെഡിറ്റ് എന്തിലോട്ട് പോകും? ലീസ് ലയബിലിറ്റിയിലോട്ട് പോകും. അപ്പോൾ ഇവിടെ ഒരാളുടെ ബുക്സിൽ തന്നെ ഈ 4 എൻട്രി വരണം. എന്തൊക്കെയാണ്? സെയിലിൻ്റെ എൻട്രി, ദെൻ അസറ്റ് റിമൂവ് ചെയ്യണം ബുക്സിൽ നിന്ന്, ദാറ്റ് ഈസ് ആസ് എ പാർട്ട് ഓഫ് സെയിൽ. എന്നിട്ട് ഇതേ അസറ്റ് നമ്മൾ തിരിച്ച് ലീസിന് എടുക്കുകയാണ്. സോ ഡെബിറ്റ് റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് ആൻഡ് ക്രെഡിറ്റ് ലീസ് ലയബിലിറ്റി പോകും. ദെൻ എന്താണോ ബാലൻസ് വരുന്നത്, സോ ഈ എൻട്രിയിൽ ചിലപ്പം ഡെബിറ്റ് സൈഡ് ആയിരിക്കും ബാലൻസ് കൂടുതലുണ്ടാവുക. സോ ദാറ്റ് ബാലൻസിങ് ഫിഗർ വിൽ ഗോ ടു P&L, which is a profit on sale and leaseback. ആ ബാലൻസ് എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്തായിട്ട് വെക്കുന്നുണ്ടാവുക? പ്രോഫിറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവുക ഓൺ സെയിൽ ആൻഡ് ലീസ് ബാക്ക്. അപ്പോൾ പിന്നെ നോർമൽ സിറ്റുവേഷൻ നമ്മൾ അസറ്റ് വിൽക്കുന്ന സമയത്ത് വി നോ ദാറ്റ് സെല്ലിംഗ് പ്രൈസ് മൈനസ് ക്യാരിങ് വാല്യൂ ആണ് നമ്മുടെ പ്രോഫിറ്റ്. പക്ഷേ സെയിൽ ആൻഡ് ലീസ് ബാക്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? വെൻ വി ഇനിഷ്യലി സെൽ ദാറ്റ് അസറ്റ് വി നോ ദാറ്റ് വി ആർ ഗിവിങ് 100% കൺട്രോൾ. അസറ്റിൻ്റെ 100% കൺട്രോൾ നമ്മൾ ആർക്ക് കൊടുക്കുവാണ്? ടു ബയ്യർ കൊടുക്കുവാണ്. ബട്ട് ബൈ ലീസിങ് ഇറ്റ് ബാക്ക് വി ആർ റീറ്റെയിനിങ് സം കൺട്രോൾ ത്രൂ ലീസ്. അപ്പോൾ ആ വിറ്റ സാധനത്തിൻ്റെ കൺട്രോൾ നമ്മൾ തിരിച്ച് ലീസിൽ നമുക്ക് കൺട്രോൾ തിരിച്ച് കിട്ടുവാണല്ലോ, റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റ് തിരിച്ച് കിട്ടുവാണല്ലോ, അത് നമ്മൾ തിരിച്ചെടുക്കുവാണ്. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ്ലി മേ ബി നമ്മൾ 90% കൺട്രോളൊക്കെ ആയിരിക്കും തിരിച്ചെടുക്കുന്നത്. കാരണം വി ആർ നോട്ട് ലീസിങ് ഇറ്റ് ഫോർ ദ ഓവർ ലൈഫ്. കുറച്ച് നാളത്തേക്കായിരിക്കും നമ്മൾ ലീസ് ബാക്ക് ചെയ്യത്തുള്ളൂ. സോ മേ ബി ഒരു 80%, 90% ഓഫ് ദാറ്റ് അസറ്റ് യൂസ്ഫുൾ ലൈഫ് ആയിരിക്കും നമ്മൾ തിരിച്ച് എടുക്കുന്നുണ്ടാവുക. സോ എഫക്റ്റീവ്ലി വി നോ ദാറ്റ് വി ഹാവിൻ ലോസ് ദ ഹോൾ കൺട്രോൾ ദിയർ. അപ്പം ഈ ഒരു സെനാരിയോ വെച്ച് നോക്കുകയാണെങ്കിൽ 100% കൺട്രോൾ വിറ്റപ്പോൾ പോയി, തിരിച്ച് ലീസ് എടുത്തപ്പോൾ ഒരു 90% കൺട്രോൾ നമ്മൾ റീറ്റെയിൻ ചെയ്തു. സോ എഫക്റ്റീവ്ലി എനിക്ക് ലൂസായ കൺട്രോൾ എത്ര മാത്രമേ ഉള്ളൂ? ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ 10%, അല്ലേ? അപ്പോൾ ആ 10% മാത്രമേ നമുക്ക് എന്ത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വി കനോട്ട് റെക്കഗ്നൈസ് ദ ടോട്ടൽ പ്രോഫിറ്റ് ലൈക്ക് വി സീൻ എ വെരി നോർമൽ സെയിൽ. കാരണം ഇവിടെ ഒരു നോർമൽ സെയിൽ അല്ല ആക്ച്വലി നടന്നത്, അല്ലേ? അസറ്റ് സെല്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അസറ്റ് തിരിച്ച് ലീസ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഇസ് ക്ലിയർ എവരിവൺ? ഈ പാർട്ട് ക്ലിയർ ആണോ മക്കളെ എല്ലാവർക്കും? അപ്പോൾ സെയിൽ ആൻഡ് ലീസ് ബാക്കിൽ എപ്പോഴും വരുന്നൊരു മിസ്റ്റേക്കാണ് ഈ പറയുന്ന കമ്പനിയുടെ അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? ദ കമ്പനി അക്കൗണ്ടന്റ് മേ ക്രിയേറ്റ് എ പ്രോഫിറ്റ് as a difference of sale proceeds less carrying value of the asset. ആ ഫുൾ എമൗണ്ട് പുള്ളി എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ അസറ്റിൻ്റെ ഫുൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അവർ ബുക്സിൽ കാണിക്കും. പക്ഷെ അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? നോ. കാരണം ഇറ്റ്സ് നോട്ട് ലൈക്ക് എ നോർമൽ സെയിൽ. ഇതൊരു നോർമൽ സെയിൽ അല്ല, സെയിൽ ആൻഡ് ലീസ് ബാക്ക് ആണ്. അപ്പോൾ ലീസ് ബാക്ക് ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വി ആർ റീറ്റെയിനിങ് ദ കൺട്രോൾ. നമ്മൾ കുറച്ച് കൺട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ്ലി വാട്ട്സ് ദ കൺട്രോൾ ദാറ്റ് വി ലോസ്റ്റ്? ആ എമൗണ്ടിന് മാത്രമേ നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ? പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ സെയിൽ ആൻഡ് ലീസ് ബാക്കിൻ്റെ അക്കൗണ്ടിങ് എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് പാർട്ട് ഇസ് ക്ലിയർ എവരിവൺ? ഓക്കെ ആണോ ഇത്? Can you reply in the chat? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെയിൽ ആൻഡ് ലീസ് ബാക്കിൻ്റെയും ലീസിൻ്റെ ഒക്കെ ഒരു ഏരിയ വരുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോ നിങ്ങളുടെ ലേറ്റസ്റ്റ് കപ്ലാൻ കിറ്റ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കപ്ലാൻ കിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 41, നമ്മൾ ലേറ്റസ്റ്റ് 23-24 കിറ്റിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 41 എടുക്കുക എല്ലാവരും. ഓക്കെ, സോ ക്യാൻ യു സീ ദ ക്വസ്റ്റ്യൻ ഹിയർ? സോ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ എല്ലാവർക്കും? ഫൈൻ. സോ ഇവിടെ ആക്ച്വലി there are some other standard we are about to discuss. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് സെനാരിയോ നോക്കാം, എക്സിബിറ്റ് നമ്പർ 1. ഓക്കെ, സോ വിൽ ജസ്റ്റ് ഡിസ്കസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പാർട്ട്. അതിൻ്റെ റിക്വയർമെൻ്റ് ഒന്ന് വായിച്ചേ.
റിക്വയർമെൻറ്റ് എന്താ? ഫസ്റ്റ് വൺ, ഡിസ്കസ് വെദർ സ്റ്റേഡിയം ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് ഹെൽഡ് ഫോർ സെയിൽ. അപ്പോൾ IFRS 5 നോളജാണ് അവിടെ വരുന്നത്. വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്രൗഡ് ബാരിയർ ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ക്രൗഡ് ബാരിയേഴ്സ് അവർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് സ്റ്റേഡിയസിൻ്റെ, അതെങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഈസ് അക്കൗണ്ടിങ് ഫോർ സെയിൽ ആൻഡ് ലീസ് ബാക്ക്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ അബൌട്ട് ടു മെയിൻലി ഡിസ്കസ്. അപ്പോൾ ഇവിടെ ലീസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ട്രേഡ് ബാരിയർ ഇംപ്രൂവ്മെൻറ്റിൻ്റെ കാര്യം വരുന്നുണ്ട്, ദെൻ IFRS 5 അസറ്റ് ഹെൽഡ് ഫോർ സെയിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു നോളജോട് അവർ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഐ എം ജസ്റ്റ് റിവേഴ്സിങ് IFRS 5 ആസ് വെൽ. സോ IFRS 5 പ്രകാരം നമ്മളൊരു അസറ്റ് വിൽക്കുമ്പോൾ നമ്മളതിനെ ഹെൽഡ് ഫോർ സെയിലായിട്ട് റീക്ലാസിഫൈ ചെയ്യും അല്ലേ? സോ യൂസ് റീക്ലാസിഫൈഡ് ആസ് ഹെൽഡ് ഫോർ സെയിൽ. പക്ഷേ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? വാട്ട്സ് ദ ക്രൈറ്റീരിയ ഫോർ ഹെൽഡ് ഫോർ സെയിൽ? ഒരു അസറ്റിനെ ഹെൽഡ് ഫോർ സെയിൽ ആക്കണമെങ്കിൽ അവിടെ മെയിൻ ക്രൈറ്റീരിയ എന്തായിരിക്കും നമ്മൾ നോക്കണ്ടേ? അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആക്കണമെങ്കിൽ നമ്മളവിടെ നോക്കേണ്ട മെയിൻ ക്രൈറ്റീരിയ എന്താണ്? ഫസ്റ്റ് ക്രൈറ്റീരിയ, ആ അസറ്റ് എന്തായിരിക്കണം? റെഡിലി അവൈലബിൾ ആയിരിക്കണം. ഇൻ ദ കറണ്ട് സിറ്റുവേഷൻ, ആ കറണ്ട് സിറ്റുവേഷനിൽ അത് റെഡിലി അവൈലബിൾ ആയിരിക്കണം ഫോർ സെയിൽ. ആ സെയിലിൻ്റെ ചാൻസ് അവിടെ ഹൈലി പ്രോബബിൾ ആയിരിക്കണം. അപ്പോൾ സെയിലിൻ്റെ ചാൻസ് ഹൈലി പ്രോബബിൾ ആയിരിക്കുക, സെയിൽ നടക്കും എന്നുള്ളത് ഹൈലി പ്രോബബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അസറ്റ് റെഡിലി, ഇപ്പോഴത്തെ അസറ്റ് സിറ്റുവേഷനിൽ അത് എന്ത് ചെയ്യണം? നമുക്ക് വിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കണം. ഫോർ അതെല്ലാ സിറ്റുവേഷൻ, അത് ഒരു വിത്തൗട്ട് മേക്കിംഗ് എനി ഫർദർ റിപ്പയർ ഓർ മെയിൻ്റനൻസ്, റൈറ്റ് നൗ ദ അസറ്റ് ഷുഡ് ബി അവൈലബിൾ ഫോർ സെയിൽ. ഇതാണ് നമ്മൾ നോക്കുന്ന ഒരു ഭാഗം. ദെൻ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് സെയിൽ ഷുഡ് ഹാപ്പൻ വിത്തിൻ നെക്സ്റ്റ് 12 months. നമ്മൾ ഡിസിഷൻ എടുത്ത് വിത്തിൻ 12 months എന്ത് നടക്കണം? സെയിൽ നടക്കണം. അപ്പോൾ വെനെവർ ദേ ആർ ടെസ്റ്റിംഗ് സം നോളജ്, അപ്പോൾ IFRS 5 ഇപ്പോൾ ലാസ്റ്റ് സെഷനിൽ ചോദിച്ചതാണ്. സോ വെനെവർ ദേ മേ ടെസ്റ്റ് ഇറ്റ്, അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റിൻ്റെ ഇടയ്ക്കൂടെ അവർ ചോദിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് IFRS 5. കാരണം നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഭയങ്കരമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഹെൽഡ് ഫോർ സെയിലിൻ്റെ ക്രൈറ്റീരിയ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? സെയിൽ ഹൈലി പ്രോബബിൾ ആയിരിക്കണം, അതേപോലെ തന്നെ അസറ്റ് റെഡിലി അവൈലബിൾ ആയിരിക്കണം ഇൻ ദ കറണ്ട് സിറ്റുവേഷൻ ഫോർ സെയിൽ, ആൻഡ് സെയിൽ ഷുഡ് ഹാപ്പൻ വിത്തിൻ നെക്സ്റ്റ് 12 months. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ക്രൈറ്റീരിയ, മാനേജ്മെൻറ്റ് ഷുഡ് ബി കമ്മിറ്റഡ് ടു ദ പ്ലാൻ. മാനേജ്മെൻറ്റ് ഒരിക്കലും ഇത് ഈ പ്ലാനിൽ നിന്ന് മാറാൻ പാടില്ല. ഫൈൻ. അപ്പോൾ എന്നാലൊരു നിങ്ങൾ മെയിൻ സമ്മറൈസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ നോളജ് പാർട്ട് എഴുതുമ്പോൾ എഴുതേണ്ട ക്രൈറ്റീരിയ ഇത് മൂന്നും എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ വൺസ് അസറ്റ് ഈസ് ഹെൽഡ് ഫോർ സെയിൽ ആണെങ്കിൽ ആ നോൺ കറണ്ട് അസറ്റിനെ നമ്മൾ എന്തിലോട്ട് ക്ലാസിഫൈ ചെയ്യും? റീക്ലാസിഫൈ ടു കറണ്ട് അസറ്റ്. അതാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ്റെ പാർട്ട്. സോ പ്രസൻറ്റേഷനിൽ വരുന്ന വ്യത്യാസം എന്താണ്? നോൺ കറണ്ട് അസറ്റ് സൈഡിൽ ആ അസറ്റിനെ നമ്മൾ എന്താക്കും? കറണ്ട് അസറ്റായിട്ട് കാണിക്കും. നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് ഹൗ വിൽ യു മെഷർ ഇറ്റ്? ഏത് വാല്യൂവിൽ നമ്മൾ കാണിക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു മെഷർ ഇറ്റ്? എങ്ങനെയായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്? അസറ്റ് ഹെൽഡ് ഫോർ സെയിലിനെ ക്യാരിങ് വാല്യൂലാണോ? അതിൻ്റെ ഇപ്പോഴത്തെ ബുക്സിലുള്ള ക്യാരിങ് വാല്യൂ കാണിക്കുമോ, ഓർ ഡു വി ഹാവ് ടു റെക്കോർഡ് ഇറ്റ് അറ്റ് സം അതർ എമൗണ്ട്? ഏത് എമൗണ്ടിലായിരിക്കും നമ്മൾ കാണിക്കേണ്ടത്? ലോവർ ഓഫ് ക്യാരിങ് വാല്യൂ ഓർ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെൽ. അപ്പോൾ ഈ രണ്ട് എമൗണ്ടിൻ്റെ ലോവർ ഏതാണെന്ന് നോക്കുക. ലോവർ എമൗണ്ടിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ആ അസറ്റിനെ നമ്മൾ റീക്ലാസിഫൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ മെഷർമെൻറ്റ് പാർട്ട് നമ്മൾ നോക്കി, ക്രൈറ്റീരിയാസ് നമ്മൾ നോക്കി. ആൻഡ് വൺ മോർ തിങ് ടു ബി നോട്ടഡ്, വൺസ് ദ അസറ്റ് ഈസ് ഹെൽഡ് ഫോർ സെയിൽ ദർ ഇസ് നോ ഡിപ്രീസിയേഷൻ. അവിടെ പിന്നെന്തില്ല? ആ അസറ്റ് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മക്കളെ? ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അസറ്റിനെ നമ്മൾ വിൽക്കാൻ വെച്ചേക്കുവാണ്. ബട്ട് എല്ലാ പീരീഡിലും മേ ബി സബ്സിക്വൻറ്റ് പീരീഡ്സിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെല്ലും ഇങ്ങനെ റീമെഷർ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് ഈസ് വി വിൽ ടെസ്റ്റ് ഫോർ ഇമ്പയർമെൻറ്റ്. ഓക്കെ, അസറ്റിൻ്റെ വാല്യൂ കുറയുന്നുണ്ടോ അല്ലെങ്കിൽ ഇമ്പയർഡ് ആവുന്നുണ്ടോ നമ്മൾ നോക്കും. അല്ലാതെ വൺസ് അസറ്റ് ഈസ് ഹെൽഡ് ഫോർ സെയിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? വി ഡോണ്ട് നീഡ് ടു ചാർജ് ഡിപ്രീസിയേഷൻ. ഓക്കെ ആണോ? അപ്പോൾ IFRS 5 ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. ബിക്കോസ് IFRS 5 ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ഇൻ ദ എക്സാം. സോ അതുകൊണ്ടാണ് നമ്മളത് നോളജ് പാർട്ട് ഒന്ന് നോക്കിയത്. സോ ഇറ്റ് ഈസ് അഗെയിൻ ഗെറ്റിംഗ് ടെസ്റ്റഡ് ഇൻ അവർ ക്വസ്റ്റ്യൻ ആസ് വെൽ. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനകത്തിൽ അത് വരുന്നുണ്ട്. സോ നോ ജസ്റ്റ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. സോ ഹിയർ ദേ സെഡ് ദാറ്റ് the company is an internationally successful football club ആണ് ലിറിയ കമ്പനി, and the company is preparing FS
for the year ended 31st October 2005 and is currently facing liquidity problems. So the stadium has entered into a contract regarding its Leria has entered into a contract regarding its stadium whereby it will sell the stadium on 30 November 2006. അപ്പോൾ നമ്മുടെ ഇയർ എൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇയർ എൻഡ് ഇവിടെ എത്രയാണ് മക്കളെ? നമ്മുടെ ഇയർ എൻഡ് എത്രയാണ്? 31st October 2005. ഓക്കെ, ആ ഒരു മൊമെൻ്റ് ആണ് നമ്മുടെ ഇയർ എൻഡ്. സോ അറ്റ് ദ ഇയർ എൻഡ് നമ്മൾ FS പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ് കമ്പനി ഈസ് പ്ലാൻ ടു സെൽ ദി സ്റ്റേഡിയം ഓൺ 30 November 2006 and they will immediately lease it back. The directors of L company wishes to classify the stadium as a non-current asset held for sale in the FS in the year ended 31st October 2005 as they believe that the sale is highly probable at that date. അപ്പോൾ സെയിൽ ഹൈലി പ്രോബബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ ക്രൈറ്റീരിയ ഒരെണ്ണം നമ്മൾ മീറ്റ് ചെയ്തു, സെയിൽ ഹൈലി പ്രോബബിൾ ആണ്. ദെൻ നമ്മൾ പഠിച്ചത് എന്താണ്? ദ അസറ്റ് ഷുഡ് ബി ഇമീഡിയറ്റ്ലി അവൈലബിൾ ഫോർ സെയിൽ. അപ്പോൾ അതിനെപ്പറ്റിയിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല. സോ വിൽ അസ്യൂം ദാറ്റ് ദ അസറ്റ് ഈസ് ഇമീഡിയറ്റ്ലി അവൈലബിൾ ഫോർ സെയിൽ. പിന്നെ ഒരു ക്രൈറ്റീരിയോട് നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? ഇത് കൂടാതെ നമ്മളൊരു ക്രൈറ്റീരിയാണ് പഠിച്ചത്. എന്താണ് ക്രൈറ്റീരിയ? ഇത് രണ്ടും കൂടാതെ നമ്മളൊരു ക്രൈറ്റീരിയ പഠിച്ചു. എന്തായിരുന്നു? ആ അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആയിരിക്കണം, ഇമീഡിയറ്റ്ലി അവൈലബിൾ ഫോർ സെയിൽ, ദെൻ സെയിൽ ഹൈലി പ്രോബബിൾ. ദെൻ ഒരു ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? മൂന്നാമതൊരു ക്രൈറ്റീരിയ നമ്മൾ നോക്കിയല്ലോ. എന്താണ് മക്കളെ? ദ സെയിൽ ഷുഡ് ഹാപ്പൻ വിത്തിൻ നെക്സ്റ്റ് 12 months. വിത്തിൻ നെക്സ്റ്റ് 12 months എന്ത് നടക്കണം? സെയിൽ നടക്കണം. അതിവിടെ നടക്കുന്നുണ്ടോ? വിത്തിൻ നെക്സ്റ്റ് 12 months സെയിൽ നടക്കുന്നുണ്ടോ? ഓക്കെ, 31st October 2005 ആണ് നമ്മുടെ ഇയർ എൻഡ്. They are planning to sell the stadium on 30 November 2006. So is this within 12 months? Within 12 months ആണോ ഇത് നടക്കുന്നത്? വിത്തിൻ 12 months ആണോ ഇത് നടക്കുന്നത്? നോക്കി നോക്കേ, പറഞ്ഞേ, ചാറ്റിലൊന്ന് പറഞ്ഞേ. വിത്തിൻ 12 months ആണോ ഈ സെയിൽ നടക്കുന്നത്? ചെക്ക് വെദർ ദ സെയിൽ ഈസ് ഹാപ്പനിങ് വിത്തിൻ ദ നെക്സ്റ്റ് 12 months. ആസ് ഓൺ 31st October 2005 നോക്കുമ്പോൾ സെയിൽ നടക്കുന്നത് വിത്തിൻ 12 months ആണോ? ആണോ മക്കളെ? ചാറ്റിലൊന്ന് പറഞ്ഞേ. Is that sale happening within the next 12 months? അല്ല അല്ലേ, സെയിൽ നടക്കുന്നത് ഓൾമോസ്റ്റ് 12 monthsന് ശേഷമാണ്. കാരണം 31st October എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് സെപ്റ്റംബർ വരും, നെക്സ്റ്റ് ഇയർ സെപ്റ്റംബർ 2006 വരും. അപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. അപ്പോൾ നവംബറിലാണ് ഓൾമോസ്റ്റ് 12 monthsന് ശേഷമാണ് എന്ത് നടക്കുന്നത്? ഇവിടെ സെയിൽ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ നമുക്ക് പറയാൻ പറ്റുന്നത് നോളജ് പാർട്ട്. ആദ്യത്തെ റിക്വയർമെൻറ്റ് എന്തായിരുന്നു? ഇത് ഹെൽഡ് ഫോർ സെയിൽ ആക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ആൻസർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ആ എ പാർട്ടിൻ്റെ ആൻസർ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ റൈറ്റ് ദിസ് നോളജ് പാർട്ട്. IFRS 5ൻ്റെ ക്രൈറ്റീരിയയും അതിൻ്റെ മെഷർമെൻറ്റും ഒക്കെ പറയാം. ഓക്കെ, ബട്ട് ഹിയർ വി കനോട്ട് ക്ലാസിഫൈ ദിസ് അസറ്റ് ആസ് ഹെൽഡ് ഫോർ സെയിൽ എന്ന് പറയുക. കമ്പനി ഹെൽഡ് ഫോർ സെയിൽ ആയിട്ടാണ് വെച്ചേക്കുന്നത്, ബട്ട് വി കനോട്ട് ക്ലാസിഫൈ ഇറ്റ് ആസ് ഹെൽഡ് ഫോർ സെയിൽ. വൈ? എന്തുകൊണ്ടാണ് ഹെൽഡ് ഫോർ സെയിൽ ആക്കാൻ പറ്റാത്തത്? അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ബിക്കോസ് ഹിയർ ദ സെയിൽ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആഫ്റ്റർ 12 months. 12 monthsന് ശേഷമാണ് എന്ത് നടക്കുന്നത്? സെയിൽസ് നടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെൽഡ് ഫോർ സെയിൽ ക്രൈറ്റീരിയ അവിടെ മീറ്റ് ആവുന്നില്ല. വി കനോട്ട് റെക്കഗ്നൈസ് ഇറ്റ് ആസ് ഹെൽഡ് ഫോർ സെയിൽ ഐറ്റം ആസ് പെർ IFRS 5. ഇനി സപ്പോസ് നമ്മുടെ കയ്യിൽ കൺട്രോളിൽ ഇല്ലാത്ത ചില ഫാക്ടേഴ്സ് കാരണമാണ് സെയിൽ ഡിലേ ആവുന്നെങ്കിൽ അതൊരു അസംപ്ഷനായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ അതുമല്ല. ഇൻ ദിസ് പർട്ടിക്കുലർ സെനാരിയോ അതല്ല റീസൺ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹെൽഡ് ഫോർ സെയിൽ ആക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഇഫ് യു ലുക്ക് അറ്റ് ദ സെനാരിയോ, നമ്മുടെ ആദ്യത്തെ റിക്വയർമെൻറ്റ് എന്തായിരുന്നു? ഹെൽഡ് ഫോർ സെയിൽ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതാക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സെറ്റ് എന്നല്ലേ. വെദർ ഡയറക്ടേഴ്സ് ക്യാൻ ക്ലാസിഫൈ ദ സ്റ്റേഡിയം ആസ് ഹെൽഡ് ഫോർ സെയിൽ. അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? വി നോട്ട് ക്ലാസിഫൈ ഇറ്റ്. നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ടാമത്തെ സിറ്റുവേഷനിലോട്ട് നോക്കിയേ. ആഫ്റ്റർ ദാറ്റ് ദ സെയിൽ കോൺട്രാക്ട് നമ്മൾ വിറ്റിട്ട് അപ്പോൾ തന്നെ ഒരു ലീസ് ബാക്ക് ചെയ്യുമെന്ന് പറയുന്നത്, ഇമീഡിയറ്റ്ലി ലീസ് ബാക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ ഒബ്വിയസ്ലി അവിടെ എന്തിൻ്റെ സെനാരിയോ ആണ് മക്കളെ വരുന്നത്? ഇവിടെ എന്തിൻ്റെ സെനാരിയോ വരുവാണ്? സെല്ല് ചെയ്യുന്നു, എന്നിട്ട് ലീസ് ബാക്ക് ചെയ്യുന്നു. അപ്പോൾ വി ഹാവ് ടു അപ്ലൈ ദ നോളജ് ഓഫ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. അപ്പോൾ സെയിൽ ആൻഡ് ലീസ് ബാക്കിൻ്റെ നോളജ് ഇവിടെ കയറി വരും.
ആ സെയിൽ ആൻഡ് ലീസ് ബാക്കിൻ്റെ നോളജ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. സോ ഹിയർ ദ കോൺട്രാക്ട് ഈസ് ഗെറ്റിംഗ് സോൾഡ് അറ്റ് ദ മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റിലുള്ള വാല്യൂ എത്രയാണ്? മാർക്കറ്റ് വാല്യൂ എത്രയാണ് മക്കളെ? ഇവിടെ മാർക്കറ്റ് വാല്യൂ എത്ര വരുന്നത്? 30 million. അപ്പോൾ 30 million ആണ് നമ്മൾ വിൽക്കുന്നത്. സോ ദാറ്റ് പാർട്ട് ഈസ് ക്ലിയർ. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ എൻട്രി ഒന്ന് എഴുതി നോക്കാം. സോ ഹിയർ ദ സെയിൽ ഈസ് ഹാപ്പനിങ് അറ്റ് ദ മാർക്കറ്റ് വാല്യൂ. ഇപ്പോൾ സെയിൽസ് പ്രൊസീഡ്സിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടി, വിച്ച് ഈസ് 30 million. ഓക്കെ, പിന്നെ what else we have to check? The present value of lease payment as on 30 November 2006 will be 26 million എന്ന് പറയുന്നുണ്ട്. സോ അതിൻ്റെ ഒരു എമൗണ്ട് വന്നു. ലീസ് ലയബിലിറ്റി എത്രയാണ്? 26 million. ദെൻ അസറ്റിൻ്റെ ക്യാരിയിങ് വാല്യൂ അറ്റ് ദ ഡേറ്റ് ഓഫ് സെൽ. അസറ്റിൻ്റെ ക്യാരിയിങ് വാല്യൂ എത്ര? ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ അസറ്റ് വിൽക്കുന്നത്. ഓക്കെ, അസറ്റ് നമ്മൾ വിൽക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 1 year കഴിഞ്ഞിട്ടാണ്. സോ ദേ സെഡ് ദാറ്റ് അസറ്റിൻ്റെ ക്യാരിയിങ് വാല്യൂ എത്ര നമുക്ക് നോക്കണം. സോ അതിനുവേണ്ടി നമുക്ക് സെക്കൻഡ് സെനാരിയോയിലോട്ടൊന്ന് പോവാം. സോ ഇൻ ദ ഇയർ 31st October 2006 ഇറ്റ് ആൻറ്റിസിപ്പേറ്റഡ് ദാറ്റ് ദ ബിൽഡിംഗ് വിൽ ബി റിക്വയറിങ് ക്രൗഡ് ബാരിയേഴ്സ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ക്രൗഡ് ബാരിയേഴ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത് നോക്കിയേ? 2 million ആണ് കമ്പനി സ്പെൻഡ് ചെയ്യുന്നത്. ക്രൗഡ് ബാരിയർ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി കമ്പനി സ്പെൻഡ് ചെയ്യുന്നത് 2 million ആണ്. സോ ദർ ഇസ് നോ ലീഗൽ റിക്വയർമെൻറ്റ്സ് ടു ഇംപ്രൂവ് ദ ക്രൗഡ് ബാരിയർ. സോ ലിറിയ കമ്പനി ഹാസ് ഇൻകറക്ട്ലി ട്രീറ്റഡ് ദിസ് എമൗണ്ട് ആസ് എ റിഡക്ഷൻ ഓഫ് ദ അസറ്റ്സ് ക്യാരിയിങ് എമൗണ്ട് അറ്റ് 31st October 2005 ആൻഡ് കറസ്പോണ്ടിങ് ഡെബിറ്റ് ഹാസ് ബീൻ മെയ്ഡ് ടു P&L. അപ്പോൾ ഈ 2 million അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അവരെന്താ ചെയ്തേ? അസറ്റിൻ്റെ വാല്യൂവിൽ നിന്ന് അവർ കുറയ്ക്കുക ചെയ്തത്. അത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണോ? കാരണം ക്യാരിയിങ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കറക്റ്റ് ആക്കിയാലേ കിട്ടത്തുള്ളൂ ഇവിടെ. കാരണം അവർ മിക്സ് ചെയ്തതാണ് തന്നേക്കുന്നത്, ലിങ്ക് ചെയ്ത് തന്നേക്കുന്നത്, ഡയറക്റ്റ്ലി ക്യാരിയിങ് വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ ക്യാരിയിങ് വാല്യൂവിൽ നിന്ന് 2 million കുറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക് വെദർ ദാറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. അല്ല, ഡു വി നീഡ് ടു ക്രിയേറ്റ് എ പ്രൊവിഷൻ ഹിയർ? ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 2 million വിൽ ബി സ്പെൻഡ് ടു ഇംപ്രൂവ് ദ ക്രൗഡ് ബാരിയേഴ്സ് ഇൻ ദ സ്റ്റേഡിയം, ബട്ട് ദർ ഇസ് നോ ലീഗൽ റിക്വയർമെൻറ്റ് ടു ഇംപ്രൂവ് ദ ക്രൗഡ് ബാരിയേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെഡ് ദാറ്റ് ദ കറണ്ട് ട്രീറ്റ്മെൻറ്റ് അല്ല, അത് ഡിഡക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. സോ നൗ മൈ ക്വസ്റ്റൻ ഈസ്, ഡു വി നീഡ് ടു ക്രിയേറ്റ് എ ലീസിൻ്റെ ആ ഒരു സെനാരിയോയിൽ വന്ന ക്വസ്റ്റ്യനകത്ത് നമ്മൾ പ്രൊവിഷൻ വെക്കണമെന്നുള്ളതാണ്. ആ 2 million നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമുണ്ടോ? ഡു വി നീഡ് ടു ക്രിയേറ്റ് എ പ്രൊവിഷൻ ഓഫ് 2 million ഹിയർ? ഒന്ന് റിപ്ലൈ ആവും. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എക്സ്പെൻസ് ആണ്, അതിന് പ്രൊവിഷൻ വെക്കേണ്ട ആവശ്യമുണ്ടോ? പ്രൊവിഷൻ വെക്കണോ വേണ്ടതെന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു നോ ദ നോളജ് ഓഫ് പ്രൊവിഷൻ. ഇപ്പോൾ പ്രൊവിഷൻ്റെ നോളജ് എന്താണ്? ഒരു കാര്യം നമ്മൾ പ്രൊവിഷൻ വെക്കണമെങ്കിൽ അവിടെ ആദ്യം എന്ത് വേണം? അവിടെ ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ. ആ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ നമുക്ക് സെറ്റിൽ ഓഫ് ചെയ്യാൻ ഫ്യൂച്ചറിൽ എന്തായിരിക്കണം? പ്രോബബിൾ ആയിരിക്കണം. ടു റിസൾട്ട് ഇൻ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്, എക്കണോമിക് ഔട്ട്ഫ്ലോ. ആ എമൗണ്ട് നമുക്ക് റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യാനും പറ്റണം. ആ എമൗണ്ട് നമുക്ക് റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ 3 ഫാക്ടറാണ് പ്രൊവിഷൻ വെക്കുന്നതിന് നമ്മൾ നോക്കുന്ന 3 ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ്? പ്രസൻറ്റ് ഒബ്ലിഗേഷൻ, പ്രോബബിൾ ഫ്യൂച്ചർ എക്കണോമിക് ഔട്ട്ഫ്ലോ ആൻഡ് റിലയബിൾ എസ്റ്റിമേറ്റ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ദർ ഇസ് നോ ലീഗൽ റിക്വയർമെൻറ്റ്സ് ടു ഇംപ്രൂവ് ദ ക്രൗഡ് ബാരിയേഴ്സ് എന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടോ ഇവിടെ? ഡു വി ഹാവ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഹിയർ? ആ അസറ്റ് ഇംപ്രൂവ്, ആ ക്രൗഡ് ബാരിയേഴ്സിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ഒരു പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ആണോ? ഇല്ല. ദർ ഇസ് നോ ലീഗൽ റിക്വയർമെൻറ്റ് അല്ലേ? അപ്പോൾ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഇല്ല. വി ഡോണ്ട് നീഡ് ടു ക്രിയേറ്റ് എ പ്രൊവിഷൻ. അപ്പോൾ പ്രൊവിഷനും വെക്കേണ്ട ആവശ്യമില്ല. then ഈ എമൗണ്ട് ഫ്യൂച്ചറിൽ വരുന്നൊരു എക്സ്പെൻസ് ആണ്. ആ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ വെൻ ദ എക്സ്പെൻസ് ഹാപ്പൻസ്, ആ സമയത്ത് നമുക്കിത് ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ അക്കൗണ്ട് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. ആസ് ഓഫ് നോ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ ദ കറണ്ട് പീരീഡ് വി ഡോണ്ട് നീഡ് ടു ഡു എനിത്തിങ് വിത്ത് ദാറ്റ് എമൗണ്ട്. അപ്പോൾ അവർ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് 2005 ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് അസറ്റിൻ്റെ വാല്യൂയിൽ നിന്ന് 2 million. ആ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ക്യാരിങ് വാല്യൂ എത്രയാണ് മക്കളെ? ആ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ക്യാരിങ് വാല്യൂ എത്രയാണ്? 2 million ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ക്യാരിങ് വാല്യൂ 18 million ആണ്. ആ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ക്യാരിങ് വാല്യൂ വരുന്നത് 18 million ആണ്.
അപ്പോൾ 18 മില്യൺ ആണോ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട വാല്യൂ ബുക്സിൽ? അല്ല, ആക്ച്വലി ആസ് ഓൺ 31st October 20x5 ദ വാല്യൂ ഷുഡ് ബി 2 മില്യൺ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് 18 മില്യൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്? സോ ഓൺ 31st October 20x5 ആ 18 മില്യണിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 മില്യൺ ആഡ് ചെയ്യണം. സോ വിച്ച് ഈസ് 20 മില്യൺ. അത് കഴിഞ്ഞ് നമ്മൾ 30 November 20x6 നമ്മൾ എന്ത് ചെയ്യുന്നത്? 30 November 20x6 നമ്മൾ അസറ്റ് സെല്ല് ചെയ്യുന്നത്. സോ ആ സെല്ല് ചെയ്യുന്ന സമയത്തുള്ള അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ കണ്ടുപിടിക്കാമോ? ആ സെല്ല് ചെയ്യുന്ന ടൈമിലുള്ള അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ. സോ ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ആനുവലി നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ട എത്രയാണ്? 5% per annum റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിലാണെന്ന് പറയുന്നുണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന അസറ്റിനെ സെല്ല് ചെയ്യുന്ന എപ്പോഴാണ്? ഓൾമോസ്റ്റ് 1 ഇയറിന് ശേഷമാണ്. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 31st October നിന്ന് 30 November 20x6 എത്ര മാസം വ്യത്യാസമുണ്ട്? ഹൗ മെനി മന്ത്സ് ഡിഫറൻസ് ഈസ് ദെയർ? 1 ഇയർ എന്ന് പറയുമ്പോൾ എത്ര? 1 ഇയർ എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? ഇപ്പോൾ 1st September 20x6 ആകുമ്പോൾ തന്നെ 1 ഇയർ ആയി. ഓക്കെ, അപ്പോൾ 1 ഇയർ കഴിയുമ്പം അതിൻ്റെ വാല്യൂ നമുക്കറിയാം 5% കുറയും. സോ വിച്ച് ഈസ് 19 മില്യൺ ആവും. സോ ദെൻ സെപ്റ്റംബർ ഫുള്ളുണ്ട്, ഒക്ടോബർ നവംബർ 3 months ഡിപ്രീസിയേഷനോട് വരും. സോ ഹൗ മച്ച് ഇസ് ദ ഡിപ്രീസിയേഷൻ? ദാറ്റ് 3 months ഡിപ്രീസിയേഷൻ എത്ര ആയിരിക്കും? വി നോ ദാറ്റ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡാണ്. അപ്പോൾ റെഡ്യൂസിങ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ക്യാരിങ് വാല്യൂലായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് ഫോർ 3 months. അപ്പോൾ ഒരു 0.2375 ഇവിടെ കുറയും. സോ വാട്ട് വിൽ ബി ദ ക്യാരിങ് വാല്യൂ എക്സാക്ട്ലി? 19 മൈനസ് ദിസ് എമൗണ്ട്. അപ്പോൾ അറൗണ്ട് ഒരു 18.8 ആയിട്ട് വരും റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ. ഇറ്റ് വിൽ ബി 18.8. അതായിരിക്കും നമ്മൾ വിൽക്കുന്ന സമയത്തെ എന്ത് അസറ്റിനെ 30 November 20x6 നമ്മൾ വിൽക്കുന്ന സമയത്തുള്ള ക്യാരിങ് വാല്യൂ എത്രയാണ്? 18.8 വരും. സോ നമുക്ക് ഓൾറെഡി കുറച്ച് എൻട്രീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? സെയിൽ പ്രൊസീഡ്സും ലീസ് ലയബിലിറ്റിയും കിട്ടി. അപ്പോൾ അസറ്റ് വിൽക്കുമ്പോൾ ഉള്ള ക്യാരിങ് എമൗണ്ട് നമുക്ക് കിട്ടി 18.8 മില്യൺ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ ബാക്കി എന്തൊക്കെയാണ് വേണ്ടത്? വി നീഡ് ടു നോ ദ റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ്. അസറ്റിൻ്റെ റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ് അറിയണം. സോ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ്? അസറ്റിൻ്റെ റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സോ വി നോ ദാറ്റ് ഇപ്പോൾ നമ്മൾ നോക്കുക, ഈ അസറ്റ് നമ്മുടെ ബുക്സിൽ 18.8 മില്യൺ നിന്ന അസറ്റാണ്. ഇതിനെയാണ് നമ്മൾ തിരിച്ച് എന്ത് ചെയ്യുന്നത്? ലീസ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ലീസ് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലയബിലിറ്റി ഇൻകർ ആവുന്നുണ്ട്? വി ആർ ഓൾമോസ്റ്റ് ഇൻകറിങ് എ ലയബിലിറ്റി ഓഫ് 26 മില്യൺ. അപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ആ അസറ്റ് തിരിച്ച് കിട്ടാൻ വേണ്ടി വി ആർ പേയിങ് 26 മില്യൺ ഇൻ ഫ്യൂച്ചർ. ബട്ട് അതിൻ്റെ ആക്ച്വൽ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 30. അപ്പോൾ ആ 30 മില്യൺ ആണ് ഇപ്പോൾ അസറ്റ് ഞാൻ മാർക്കറ്റിൽ പുതുതായിട്ട് വാങ്ങുവാണ് എനിക്ക് വരുന്നത്. പക്ഷേ എനിക്ക് എത്ര ലയബിലിറ്റി ഇൻകർ ആയിട്ടുള്ളൂ? 26 ഇൻകർ ആയിട്ടുള്ളൂ. സോ ഈ പെർസെൻറ്റേജിൽ വേണം, ദറ്റ് ഈസ് ലീസ് ലയബിലിറ്റി മൈനസ് ലീസ് ലയബിലിറ്റി ഇൻ കമ്പാരിസൺ വിത്ത് ദ ഫെയർ വാല്യൂ ഓഫ് ദ അസറ്റ്. അപ്പോൾ മാർക്കറ്റിൽ ഈ അസറ്റ് ഞാൻ ഫുള്ളായിട്ട് വാങ്ങുവാണെങ്കിൽ എനിക്ക് 30 വരും. പക്ഷെ ഞാൻ എത്ര ഇവിടെ ഇൻകർ ആവുന്നുള്ളൂ? 26 വരുന്നുള്ളൂ ലീസ് ലയബിലിറ്റി. അപ്പോൾ 30 മില്യൺ ഫെയർ വാല്യൂ ഉള്ള അസറ്റിനെ തിരിച്ച് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ 26 വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷനാണ് നമ്മൾ റൈറ്റ് റീഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് അസറ്റ് വാസ് ഓൾറെഡി ദെയർ ഇൻ മൈ ബുക്സ് അറ്റ് 18.8 മില്യൺ ക്യാരിങ് വാല്യൂ. അതാണ് ഞാൻ വിറ്റ്. അപ്പോൾ 18.8 മില്യൺ മൊത്തം നമുക്ക് തിരിച്ച് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, പകരം നമ്മൾ എത്രയാണ് റീറ്റെയിൻ ചെയ്യുന്നത് നോക്ക്? ഒരു 16.3. അപ്പോൾ അസറ്റിൻ്റെ തിരിച്ച് റീറ്റെയിൻ ചെയ്യുന്ന റൈറ്റ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? ദ ക്യാരിങ് വാല്യൂ വാസ് 18.8. അതിൻ്റെ ഒരു 16.3 നമ്മൾ തിരിച്ച് റീറ്റെയിൻ ചെയ്തു. അപ്പോൾ റൈറ്റ് ടു യൂസ് ഓഫ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഫോർമുല എന്താണ് മക്കളെ? ക്യാരിങ് വാല്യൂ ഓഫ് ദ അസറ്റ് മൾട്ടിപ്ലൈഡ് ബൈ നിങ്ങൾക്ക് ഇൻകർ ചെയ്യുന്ന ലീസ് ലയബിലിറ്റി എന്താണെന്ന് നോക്കുക, ഫോർ ലീസിങ് ഇറ്റ് ബാക്ക്, ഡിവൈഡഡ് ബൈ ഫെയർ വാല്യൂ ചെയ്യുക കേട്ടോ. മേക്ക് ഷുവർ ദാറ്റ് ഈസ് ഫെയർ വാല്യൂ, നോട്ട് ദ സെല്ലിംഗ് പ്രൈസ്. മാർക്കറ്റിലുള്ള ഫെയർ വാല്യൂ എന്താണെന്ന് നോക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ റൈറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ എവരി വൺ? ആ റൈറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായ എല്ലാവർക്കും? അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ റൈറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ പോർഷൻ. അസൻ്റെ വിൽക്കുന്ന സമയത്ത് ക്യാരിങ് വാല്യൂ ഇൻറ്റു ലീസ് ലയബിലിറ്റി ബൈ ഫെയർ വാല്യൂ ചെയ്യുക.
അതിൻ്റെ ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ അസറ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ 30 million ആയതിന്, ബട്ട് വി ആർ ഓൺലി ഇൻകറിങ് എ ലയബിലിറ്റി ഓഫ് 26 million. അപ്പോൾ ഓൾമോസ്റ്റ് അത്രയും പെർസെൻറ്റേജ് റൈറ്റാണ് നമ്മൾ തിരിച്ച് വാങ്ങുന്നത്. ഓക്കെ, സോ വി ഗോട്ട് ദ ഡെബിറ്റ് കംപ്ലീറ്റ്ലി 30 and 16.3, ക്രെഡിറ്റിൽ 26 and 18.8 വന്നു. സോ ക്യാൻ യു ടെൽ മീ ഹൗ മച്ച് ഇസ് ദ, അല്ല ക്യാഷ് അല്ല, ഓക്കെ, നമ്മൾ സെയിൽ പ്രൊസീഡ്സ് ആണ് വരുന്നത് കേട്ടോ. സെയിൽ പ്രൊസീഡ്സ് എന്ന് പറയുന്നതാണ് നിർദ്ദേശിച്ച ക്യാഷ്, അതല്ല വരുന്നത്. അസറ്റിൻ്റെ ഫെയർ വാല്യൂ ആണ്. ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ദ അസറ്റ് ഈസ് ഗെറ്റിംഗ് സോൾഡ് അറ്റ് ദ ഫെയർ വാല്യൂ. അപ്പോൾ രണ്ടും സെയിം ആണ്. സെല്ലിംഗ് പ്രൈസും ഫെയർ വാല്യൂ സെയിം ആയതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ വന്നത്. സപ്പോസ് ഇൻ എ ക്വസ്റ്റ്യൻ വെയർ ലൈക്ക് ഫെയർ വാല്യൂ ഇപ്പോൾ 13 million, നിങ്ങൾ വിൽക്കുന്നത് 35 ആണെന്ന് വെച്ചോ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഫെയർ വാല്യൂ വേണം എടുക്കാൻ. അവിടെ നമ്മൾ ഒരിക്കലും സെയിൽ പ്രൊസീഡ്സ് അല്ല എടുക്കേണ്ടത് കേട്ടോ. ഡിനോമിനേറ്റർ ക്യാഷ് അല്ല വരുന്നത് കേട്ടോ. ഡിനോമിനേറ്റർ ഷുഡ് ബി ഫെയർ വാല്യൂ. ക്ലിയർ? കാരണം വിൽക്കുന്നത് ഏത് എമൗണ്ട് ആണെന്നുള്ളത് അപ് ടു ദ സെല്ലർ ആൻഡ് ബയർ ഡിസൈഡ് ചെയ്യുന്നതാണ്. മാർക്കറ്റ് വാല്യൂവിൽ എത്രയാണെന്ന് നോക്കണം, ഫെയർ വാല്യൂ എത്രയാണെന്ന് നോക്കണം അതിൻ്റെ. ഫൈൻ. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ ബാലൻസ് ഫിഗർ എത്ര വരുന്നു ഇവിടെ? ഇപ്പോൾ സെയിൽ ആൻഡ് ലീസ് ബാക്കിൽ ബാലൻസ് ഫിഗർ എത്ര ആയിരിക്കും വരുന്നത് ഇവിടെ? 30, 16.3, ലീസ് ലയബിലിറ്റി കിട്ടി, പിന്നെന്താ ക്യാരിങ് വാല്യൂ അറിയാം 18.8. സോ ബാലൻസ് എമൗണ്ട് എത്ര വരും? ഹൗ മച്ച് ഇസ് ദ ബാലൻസിങ് ഫിഗർ? ബാലൻസിങ് ഫിഗർ എത്രയാണ് മക്കളെ? വാട്ട് ഇസ് ദ ബാലൻസിങ് ഫിഗർ ഹിയർ? പ്രോഫിറ്റ് എത്രയാണെന്ന് പറയാമോ? സോ വി നോ ദാറ്റ് ടോട്ടൽ ഓഫ് 30 പ്ലസ് ഒരു 30 + 63, 36.3 ആണ് അവിടെ വരുന്നത് ഡെബിറ്റ് സൈഡ്. യെസ്, 1.5. അപ്പോൾ 1.5 ആണ് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1.5 ആണ് പ്രോഫിറ്റ്. അപ്പോൾ ഒരു നോർമൽ സെയിൽ ആയിരുന്നെങ്കിൽ നമുക്കറിയാം സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് ക്യാരിങ് വാല്യൂ, അതാണ് നമ്മുടെ പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ. പക്ഷേ ഇത് നോർമൽ സെയിലാണോ? അല്ല, ഇതൊരു സെയിൽ ആൻഡ് ലീസ് ബാക്ക് ആണ്. സോ whenever there is a sale and lease back situation, we can only recognize the profit of the control that is ultimately transferred to the buyer. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കൺട്രോൾ എത്ര ആണോ അതിൻ്റെ പ്രോഫിറ്റ് മാത്രമേ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ റീറ്റെയിൻ ചെയ്ത കൺട്രോൾ ഇസ് ലൈക്ക് അഗെയിൻ വി ഹാവ് റീറ്റെയിൻഡ് ഇറ്റ്. അപ്പോൾ കൺട്രോൾ ട്രാൻസ്ഫർ റീറ്റെയിൻ ചെയ്തതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബുക്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. 8.5 അല്ല 1.5 വരും. ക്ലിയർ ആണോ? ആ ബാലൻസ് ഫിഗർ എടുത്താൽ മതി, കാരണം ഡെബിറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഡെബിറ്റിൽ ഓൾമോസ്റ്റ് 36.3 വരുന്നുണ്ട്, ക്രെഡിറ്റിൽ ലീസ് ലയബിലിറ്റി 26ഉം ക്യാരിങ് വാല്യൂ 18.8 ആണ് വന്നത്. സോ അത് വെച്ച് നമുക്ക് കിട്ടും ആ ഡിഫറൻസ് എമൗണ്ട്. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ആ 1.5 million വന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പോൾ ഈ മൂന്നിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതുവാണെങ്കിൽ ഓൾമോസ്റ്റ് എത്ര മാർക്സ് ആണെന്ന് നോക്കി ഇവിടെ കിട്ടുന്നത്? സോ 13 marks. സോ ദേ ഡിസ്കസ്ഡ് അബൌട്ട് IAS 37 പ്രൊവിഷൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു, IFRS 5 സ്റ്റേഡിയം ഹെൽത്ത് ഫോർ സെയിൽ നോക്കി, ദെൻ ദേ ഡിസ്കസ്ഡ് അബൌട്ട് IFRS 16 ആസ് വെൽ. സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ ആ നോളജ് പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതുക എന്നുള്ള നോളജ് പാർട്ട്. 9 അത് So this part is clear, everyone? Child ഒന്ന് റിപ്ലൈ ചെയ്യോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? Can you reply in the chat, guys? അപ്പോൾ ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ പറയുന്ന ലീസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ലീസിൽ ഇതേപോലെ പല ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ മെയിനായിട്ടുള്ളൊരു ഏരിയ ആണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആസ് വി നോ ദാറ്റ് എപ്പോഴും നമുക്ക് എക്സാമിന് വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഇനി നോക്കുവാണെങ്കിൽ, ആസ് ഐ ഡിസ്കസ് യെസ്റ്റർഡേ, ആഫ്റ്റർ IFRS 16 ഓർ IFRS 15 ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, പിന്നെ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ട പോലെ ഈ പ്രൊവിഷൻ, അതേപോലെ തന്നെ IAS 38 പോലത്തെ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, they can test IAS 37, IAS 38 or IAS 36. ഇതൊക്കെ എപ്പോഴും കണക്ട് ചെയ്ത് വരുന്ന സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ,
സോ IAS 37 ഇസ് ലൈക്ക് എ പ്രൊവിഷൻ. അപ്പോൾ പ്രൊവിഷൻ്റെ ക്രൈറ്റീരിയ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്തായിരുന്നു പ്രൊവിഷൻ്റെ ക്രൈറ്റീരിയ? പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ക്രൈറ്റീരിയ എന്തൊക്കെയായിരുന്നു മക്കളെ? പ്രസൻറ്റ് ഒബ്ലിഗേഷൻ വേണം, പ്രോബബിൾ ആയിരിക്കണം, അവിടെ ഫ്യൂച്ചർ എക്കണോമിക് ഔട്ട്ഫ്ലോ വരും എന്നുള്ളത്, എമൗണ്ട് നമുക്ക് റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യാനും പറ്റണം. ഇൻ ദ സെയിം വേ അത് നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊവിഷനിൽ നമ്മുടെ ഒരു മെയിൻ ടാസ്ക്. ബട്ട് അങ്ങനെയല്ല, IAS 38 വരുമ്പോൾ വി നോ ദാറ്റ് IAS 38 വി ആർ ആക്ച്വലി ഡിസ്കസിങ് അബൌട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ മെയിൻലി ഇവിടെ ചെയ്യുന്നത്, IAS 38 ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ ഓർത്തിരിക്കുക. ഒരു കാര്യം എന്നിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ അല്ലയോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അത് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഹൗ വിൽ യു ഐഡൻറ്റിഫൈ ഇറ്റ്? അത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ അല്ലയോ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ആദ്യം നമ്മൾ നോക്കേണ്ടത് അത് ഐഡൻറ്റിഫയബിൾ ആണോ എന്നുള്ളതാണ്. ആ ഇൻടാഞ്ചിബിൾ അസറ്റ് നമുക്ക് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടോ, സെപ്പറേറ്റ് ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. വി നീഡ് ടു ചെക്ക് വെദർ ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് മാർക്കറ്റ് വാല്യൂ. നമ്മൾ ഈ പറയുന്ന വി നോ ദാറ്റ് എസ്പെഷ്യലി നമ്മൾ IFRS 15 സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ പഠിച്ചില്ലായിരുന്നു, സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്. ആ സെയിം ഒരു കൺസെപ്റ്റാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ആ അസറ്റിനെ സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കണം എന്താ? ഈ പറയുന്ന അസറ്റ് നോൺ മോണിറ്ററി അസറ്റ് ആയിരിക്കണം. അതെന്താണ്? ഇറ്റ് ഷുഡ് ബി എ നോൺ മോണിറ്ററി അസറ്റ്. നോൺ മോണിറ്ററി അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാൻഡ്, ബിൽഡിങ്സ്, ഇതെല്ലാം നോൺ മോണിറ്ററി അസറ്റ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഡിഫൈൻഡ് വാല്യൂ. ഒരു ഡിഫൈൻഡ് വാല്യൂ ഇല്ലാത്തൊരു ഐറ്റം ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ നോൺ മോണിറ്ററി അസറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചർ. അതിനെന്ത് കാണത്തില്ല? നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് കാണത്തില്ല. ഓക്കെ, ആ അസറ്റിന് എന്ത് കാണത്തില്ല? ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് കാണത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. വി ക്യാൻ കൺഫേം ഇറ്റ് ആസ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫിസിക്കൽ നേച്ചർ ഇല്ല അല്ലെങ്കിൽ ടാഞ്ചിബിൾ അല്ലാത്ത എല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അല്ല. അപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് ഒരു ഐറ്റം വരണമെങ്കിൽ ഈ 3 ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്യണം. ഒന്ന്, അത് ഐഡൻറ്റിഫയബിൾ ആയിരിക്കണം, സെപ്പറേറ്റ്ലി നോൺ മോണിറ്ററി ഐറ്റം ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ ഡിഫൈൻഡ് വാല്യൂ. ദെൻ നോ ഫിസിക്കൽ സബ്സ്റ്റൻസ്. അവിടെ എന്ത് വരാൻ പാടില്ല? ഫിസിക്കൽ സബ്സ്റ്റൻസ് വരാൻ പാടില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വിൽ ഐഡൻറ്റിഫൈ ഇൻടാഞ്ചിബിൾ അസറ്റ് ഇൻ അവർ ബുക്സ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലി ഇപ്പോൾ വാങ്ങുന്ന പേറ്റൻറ്റ് അല്ലെങ്കിൽ കോപ്പി റൈറ്റ്, ഇതൊക്കെ അപ്പോൾ ലൈസൻസ്, ട്രേഡ് ലൈസൻസ്, ഓക്കെ, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ദിസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇതെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. പക്ഷേ ഈ ഐഡൻറ്റിഫയബിൾ എന്നുള്ള ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ടാണ് ചില ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ദാറ്റ് ഈസ് ഇൻറ്റേർണലി ജനറേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുഡ് വിൽ, ബ്രാൻഡ് നെയിം, ഇതൊക്കെ നമ്മൾ ഇൻറ്റേർണലി ജനറേറ്റ് ചെയ്തെടുക്കുന്നതല്ലേ. ഇതൊന്നും നമുക്ക് ബുക്സിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കാണിക്കാൻ പറ്റില്ല. കാരണം എന്താ? വി കനോട്ട് സേ ദാറ്റ് വാട്ട്സ് എ എസ്റ്റീംഡ് വാല്യൂ ഫോർ ഇറ്റ്. ഇപ്പോൾ ഗുഡ് വിൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇൻറ്റേർണലി ആസ് ദ ഹോൾ പെർഫോമൻസ് ഓഫ് ദ കമ്പനി ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ്. ആ ബ്രാൻഡ് നെയിമും ഗുഡ് വില്ലും ഒക്കെ നമ്മുടെ ഓവറോൾ പെർഫോമൻസ് ഓഫ് ദ കമ്പനി കാരണം നമുക്ക് ഡെവലപ്പ് ചെയ്തു വന്ന ഒരു അസറ്റാണ്. അപ്പോൾ അതിനൊരു ഡിഫൈൻ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി അതിനെ നമുക്ക് വിൽക്കാനോ വാങ്ങാനോ പറ്റത്തില്ല. ഒരു കമ്പനി നമ്മൾ ടോട്ടലി അക്വയർ ചെയ്യുമ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗുഡ് വില്ല് കിട്ടും. ബട്ട് ഗുഡ് വില്ല് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെല് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ വാല്യൂ. ഓവറോൾ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് കാരണം വന്നൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഗുഡ് വിൽ. ഇസ് ക്ലിയർ എവരിവൺ? അപ്പോൾ ഇൻറ്റേർണലി ജനറേറ്റഡ് അസറ്റ്സ് ഒന്നും എന്തിൽ വരത്തില്ല? ഈ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡെഫിനേഷൻ മീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഒരു സനാരിയോ തന്നിട്ടത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ അല്ലയോ എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ക്രൈറ്റീരിയാസ് നോക്കിയാൽ മതി. അപ്പോൾ ഡെഫിനേഷനിലുള്ള ഈ ക്രൈറ്റീരിയാസ് നോക്കണം. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് മനസ്സിലായോ? അതേപോലെ എന്തുകൊണ്ട് ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമുക്ക് ഒരു അസറ്റായിട്ട് കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ ആണോ? ആ പാർട്ട് എല്ലാവർക്കും ഓക്കെ ആണോ? ഫൈൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റെക്കഗ്നീഷൻ ക്രൈറ്റീരിയയിലോട്ട് പോവുകയാണെങ്കിൽ, ആസ് വി ഹാവ് സീൻ വിത്ത് എനി അതർ അസറ്റ്, വി നോ ദാറ്റ് ഇൻടാഞ്ചിബിൾ അസറ്റും ഒരു
അസറ്റ് കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ നോക്കുന്നതിന് കൺട്രോൾ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. വെദർ കൺട്രോൾ ഹാസ് ബീൻ റീറ്റെയിൻഡ്. അപ്പോൾ കൺട്രോൾ കിട്ടിയോ നോക്കുക. കൺട്രോൾ കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് നോക്കുന്നൊരു കാര്യം, എല്ലാ അസറ്റ്സിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അവിടെ പ്രോബബിൾ ആണോ എക്കണോമിക് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് നോക്കണം. ആർ യു ഏബിൾ ടു ജനറേറ്റ് എക്കണോമിക് ബെനിഫിറ്റ് ഫ്രം ദ അസറ്റ്, അത് നമ്മൾ നോക്കുക. ദെൻ അതിൻ്റെ കോസ്റ്റ് നമുക്ക് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റുന്നോ നോക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് വിത്ത് റെസ്പെക്ട് ടു ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ആയിട്ട്. എന്താണ് കൺട്രോള്, പിന്നെ ഓൾറെഡി ഡെഫിനേഷൻ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്യും. പ്രോബബിൾ എക്കണോമിക് ബെനിഫിറ്റ്, കോസ്റ്റ് റിലയബിളി മെഷറബിൾ ആയിരിക്കണം. സെയിം ആസ് എനി അതർ അസറ്റ്, ദറ്റ് ഈസ് IAS 16 or IAS 2 or IAS 40, എല്ലായിടത്തും നമുക്ക് സെയിം ഒരു റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ തന്നെയാണ് വരുന്നത്. സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ട ഒരു സാധനം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡൽസ് വി ഹാവ് ടു അക്കൗണ്ട് ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ്. വി ഹാവ് കോസ്റ്റ് മോഡലുണ്ട്, ദെൻ റിവാലുവേഷൻ മോഡലുണ്ട്. സെയിം ആസ് IAS 16 നമ്മൾ ഇവിടെ എന്താ ഫോളോ ചെയ്യുന്നത്, കോസ്റ്റ് മോഡൽ, റിവാലുവേഷൻ മോഡൽ, ഈ 2 അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ബട്ട് ഒരു വ്യത്യാസമുള്ളത്, ഇവിടെ ഡിപ്രീസിയേഷന് പകരം, ഇൻസ്റ്റെഡ് ഓഫ് ഡിപ്രീസിയേഷൻ, ഇവിടെ അസറ്റിനെ ഡിപ്രീസിയേഷൻ ചെയ്യുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്താണ്, അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞ ടേമാണ്. സെയിം ആസ് ഡിപ്രീസിയേഷൻ പോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് എന്ത്, ഈ പറയുന്ന അമോർട്ടൈസേഷൻ. അപ്പോൾ അമോർട്ടൈസേഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്, അല്ല ഡിപ്രീസിയേഷൻ അല്ല, അമോർട്ടൈസേഷൻ എന്നാണ് നമ്മളതിന് പറയുന്നത്. ദെൻ അമോർട്ടൈസേഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഹാവ് എ ഡെഫിനറ്റ് യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ ഡിപ്രീസിയേഷൻ പോലെ തന്നെ ഒരു അസറ്റിനെ നമുക്ക് അമോർട്ടൈസ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് എ ഡെഫിനറ്റ് യൂസ്ഫുൾ ലൈഫ്. ഈ ഡെഫിനറ്റ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ആർക്ക് ലാക്കിംഗ് ആണ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ ലാക്കിംഗ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കേസിലോട്ട് വരുമ്പം യൂസ്ഫുൾ ലൈഫ് അങ്ങനെ കാണുന്നത് കുറവാണ്. ഡെഫിനറ്റ് യൂസ്ഫുൾ ലൈഫ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു പേറ്റൻ്റ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔട്ട്ഡേറ്റഡ് ആവുന്നിടം വരെയാണ് മോസ്റ്റ്ലി അതിൻ്റെ യൂസ്ഫുൾ ലൈഫ്. സോ അണ്ടിൽ ആൻഡ് അൺലെസ് ഒരു പ്രോപ്പർ കോൺട്രാക്ട് പീരീഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ, കമ്പയർഡ് ടു ഫിസിക്കൽ അസറ്റ്സ് ഓർ ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ യൂസ്ഫുൾ ലൈഫ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഡെഫിനറ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. ഡെഫിനറ്റ് ആണെങ്കിൽ വിൽ ചെക്ക്, വിൽ യൂസ്ഫുൾ ലൈഫ് അനുസരിച്ച് അമോർട്ടൈസ് ചെയ്യും. ഇനി യൂസ്ഫുൾ ലൈഫ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇൻഡെഫിനിറ്റ് ആണ് യൂസ്ഫുൾ ലൈഫ് എങ്കിലോ, ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഇപ്പോൾ ലാൻഡിൻ്റെ ഒക്കെ കേസിൽ ഇൻഡെഫിനിറ്റ് ആണ് യൂസ്ഫുൾ ലൈഫ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, ഡിപ്രീഷൻ കൊടുക്കത്തില്ല. അപ്പോൾ അതേപോലെ ഇവിടെ എന്തില്ല, അമോർട്ടൈസേഷൻ ഇല്ല. ഇൻഡെഫിനിറ്റ് യൂസ്ഫുൾ ലൈഫ് ആണെങ്കിൽ അമോർട്ടൈസേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഓർക്കുക, നമ്മൾ മാൻഡേറ്ററിലി എന്ത് ചെയ്യണം, we need to check for impairment. നമ്മൾ എല്ലാ വർഷവും ഇമ്പയർമെൻറ്റ് ചെക്ക് ചെയ്യണം അറ്റ് ദ എവറി ഇയർ എൻഡ്. എല്ലാ ഇയർ എൻഡിലും നമ്മൾ എന്ത് ചെക്ക് ചെയ്യും മക്കളെ, വിൽ ചെക്ക് ഫോർ ദ ഇമ്പയർമെൻറ്റ്. കാരണം ഓൾറെഡി നമ്മൾ അമോർട്ടൈസേഷൻ ഒന്നും ചാർജ് ചെയ്യുന്നില്ല. അപ്പോൾ അസറ്റ് ഇമ്പയർ ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എല്ലാ വർഷവും ചെക്ക് ചെയ്ത് പോകണം. ഓക്കെ ആണോ? സോ ദിസ് ഇസ് ഹൗ നോർമലി അക്കൗണ്ട് ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഇവിടെ എക്സാം പെർസ്പെക്റ്റീവിൽ നമ്മൾ റീസെൻ്റ്ലി കാണുന്ന ഒരു സെനാരിയോ ആണ്, ഇപ്പോൾ ഈ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടല്ലോ, ലൈക്ക് എസ്പെഷ്യലി സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് വർക്ക് ചെയ്യുന്ന കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആമസോൺ പ്രൈം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നതെല്ലാം കൈൻഡ് ഓഫ് ഇൻടാഞ്ചിബിൾ സോഫ്റ്റ്വെയർസ് ആണ്, അല്ലെ സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഇൻടാഞ്ചിബിൾ നേച്ചറുള്ളതായിരിക്കും. സോ അവിടോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന യൂസ്ഫുൾ ലൈഫ് നമുക്ക് ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം അവിടെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ, കസ്റ്റമേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ ടൈം പീരീഡ് എത്രയാണോ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ് തരുന്ന ലൈഫ് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മുടെ റവന്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ റവന്യൂ ആയിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, അമോർട്ടൈസേഷൻ ചെയ്യുന്നുണ്ടാവുക. റവന്യൂ ബേസ്ഡ് മോഡലായിരിക്കും എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അമോർട്ടൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി റവന്യൂ മാത്രമല്ല ഒരു അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടറിൻ്റെ നോർമൽ സിനാരിയോ, വെരി പ്രാക്ടിക്കൽ ഓർ ഓർത്തഡോക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ബട്ട് ഇതൊരു കൈൻഡ് ഓഫ് അൺഓർത്തഡോക്സ് മെത്തേഡാണ്. ലൈക്ക് വാട്ട് വി നോർമലി ഫോളോ ഫോർ IAS 38 ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ദിസ് മെത്തേഡ്. ബട്ട് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ചാനൽസ് ഒക്കെ, ഇപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ വരുവാണെങ്കിൽ, ഇപ്പോൾ ടെലിവിഷൻ പ്രോഗ്രാംസും, അതാണ് നമ്മൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനത്തെ സെനാരിയിലോട്ടൊക്കെ വരുമ്പം ഓർക്കേണ്ടത് റവന്യൂ ബേസ്ഡ് മോഡലും വർക്കൗട്ട് ആവും. ബിക്കോസ് ഇൻ എ വേ വി ക്യാൻ സേ ദാറ്റ് ഒരു കസ്റ്റമറിൻ്റെ ആ ഒരു ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ ലൈഫ് ഇരിക്കുന്നത്. സോ റവന്യൂ ഈ സം വേ ഈസ് കോറിലേറ്റഡ് വിത്ത് ദ എക്കണോമിക് ബെനിഫിറ്റ് അല്ലെങ്കിൽ എക്കണോമിക് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദറ്റ് അസറ്റ്. അതുകൊണ്ട് നമുക്ക് റവന്യൂ ബേസ്ഡ് മോഡൽ എന്തായിട്ട് യൂസ് ചെയ്യാം, അമോർട്ടൈസേഷൻ യൂസ് ചെയ്യാം.
അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ IAS38 നിന്ന് നമ്മൾ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു സെനാരിയോ ആണത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ക്ലിയർ വിത്ത് ദാറ്റ് പാർട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അമോർട്ടൈസേഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പറഞ്ഞത്. സോ ഈ പാർട്ട് ക്ലിയർ ആണോ? അപ്പോൾ റവന്യൂ ബേസ്ഡ് മോഡൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോട്ട് ഇൻ എവറി കേസസ്, എസ്പെഷ്യലി ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് നമ്മുടെ ഈ പറയുന്ന റവന്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. ആ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് റവന്യൂ വരുന്നതെങ്കിൽ അവിടെ ഇൻ എ വേ വി ക്യാൻ സേ ദാറ്റ് കസ്റ്റമറിൻ്റെ ലൈഫും ആ പ്ലാറ്റ്ഫോമിൻ്റെ ലൈഫും ഒക്കെ കോറിലേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ കോറിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, amortization can be based on that revenue. Is it clear everyone? ഓക്കെ ആണോ? അപ്പോൾ അത് നമ്മൾ എക്സാം പെർസ്പെക്റ്റീവിൽ IAS38 ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ മേക്ക് ഷുവർ ദാറ്റ് ദിസ് പാർട്ട് ഈസ് ഹൈലൈറ്റഡ്, കാരണം എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണത്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി ഓർത്തിരിക്കേണ്ട ഒരു പാർട്ടാണ് ഫ്രം IAS38 അവർ പാസ് പേപ്പേഴ്സ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പ്ലേയേഴ്സ് കോൺട്രാക്ട്സ് ഒക്കെ വരും. മൾട്ടിപ്പിൾ ടൈംസ് അവർ ചെക്ക് ചെയ്യുന്നത് ചെയ്തിട്ടുള്ള ഏരിയ ആണ് പ്ലേയേഴ്സ് കോൺട്രാക്ട്. സോ ഈ പ്ലേയേഴ്സ് കോൺട്രാക്ട് അല്ലെങ്കിൽ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏത് സ്റ്റാൻഡേർഡിലാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? സോ വെൻ വി സൈൻ MS ധോണി ഫോർ CSK ഓർ ലൈക്ക് പർട്ടിക്കുലർ പ്ലെയർ ഇവൻ La Liga, അവിടുത്തെ എങ്ങനെ ഒരു ടൂർണമെൻറ്റ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ആ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്ന സമയത്ത് ആ പ്ലെയർ കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ആ പ്ലെയർ കോൺട്രാക്ട് ആക്ച്വലി എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഓക്കെ, സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് പ്ലേയേഴ്സ് കോൺട്രാക്ട് ആർ അക്കൗണ്ടഡ് യൂസിങ് ഇൻടാഞ്ചിബിൾ അസറ്റ്. കാരണം ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡെഫിനേഷൻ്റെ ക്രൈറ്റീരിയ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒന്ന്, അവർക്ക് സെപ്പറേറ്റ് മാർക്കറ്റ് വാല്യൂ ഉണ്ട് ഈച്ച് പ്ലേയേഴ്സിനും. സോ ഇറ്റ് ഈസ് ഐഡൻറ്റിഫയബിൾ. ദെൻ ഇറ്റ് ഈസ് നോൺ മോണിറ്ററി, കാരണം അതിൻ്റെ വാല്യൂ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ദെൻ അവരുടെ സ്കിൽ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചറാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് അത് എന്തിൻ്റെ കാറ്റഗറിയിലോട്ട് കൊണ്ടുവരാം? പ്ലേയേഴ്സ് കോൺട്രാക്ട് ഒക്കെ IAS38 കൊണ്ടുവരാൻ പറ്റും. സോ അവിടെയും ഈ സ്റ്റാൻഡേർഡിൻ്റെ റെലവൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ ആ പ്ലെയറിൻ്റെ ഇഞ്ചറി ഒക്കെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇമ്പയർമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പ്ലെയർ ഇഞ്ചറി ഒക്കെ നമുക്ക് ഇമ്പയർമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു പ്ലെയറിന് ഇപ്പോൾ ഒരു 3 ഇയേഴ്സിലേക്കാണ് നിങ്ങൾ എടുത്തത്. 3 ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഒരു കോൺട്രാക്റ്റ് പുതുക്കിയെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓൾറെഡി ഒരു പ്ലെയറിനെ എടുത്തു, നിങ്ങൾ 3 ഇയേഴ്സിലേക്ക് അതിനെ മാറ്റി വെച്ചു. അപ്പോൾ നമ്മളൊരു എല്ലാ അസറ്റ്സും പോലെ തന്നെ ആ പ്ലെയറിന് ഒരു റെസിഡ്യൽ വാല്യൂ കാണും ആ 3 ഇയേഴ്സ് കഴിയുമ്പോൾ. അപ്പോൾ ആ റെസിഡ്യൽ വാല്യൂയിലേക്ക് പുതിയതായിട്ട് നമ്മൾ എത്ര എമൗണ്ട് കൊടുത്തിട്ടാണോ അവരെ ആ റീനെഗോഷിയേറ്റ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കോൺട്രാക്റ്റ്, ആ അഡീഷണൽ എമൗണ്ട് എന്ത് ചെയ്യും? നമ്മൾ റെസിഡ്യൽ വാല്യൂലോട്ട് വീണ്ടും ആഡ് ചെയ്യും. ഇനിയും സബ്സിക്വൻ്റ്ലി എത്ര അഡീഷണൽ പീരീഡ്സിലേക്കാണോ നമ്മൾ അവരെ ഹയർ ചെയ്തത്, then we'll depreciate it for the next 2 years or 3 years, whatever the extended period is. Okay, so that is something to be noted. അപ്പോൾ പ്ലേയേഴ്സ് കോൺട്രാക്ട് നോർമലി ട്രീറ്റ് ചെയ്യുന്ന IAS38 പ്ലെയർ ഇഞ്ചറി ഒക്കെ ഇമ്പയർമെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? പ്ലെയറിൻ്റെ എക്സ്റ്റൻഷനാണ്, എക്സ്റ്റൻഷൻ ഓഫ് കോൺട്രാക്ട്. അപ്പോൾ എക്സ്റ്റൻഷൻ ഓഫ് കോൺട്രാക്ട് വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? അഡീഷണൽ എമൗണ്ട് കൊടുക്കേണ്ടി വരും. സോ ഹൗ വിൽ യു ട്രീറ്റ് ദാറ്റ് അഡീഷണൽ എമൗണ്ട്? അഡീഷണലി നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എങ്ങനെ അക്കൗണ്ട് ചെയ്യും? വീണ്ടും ഒരു പുതിയ അസറ്റ് പോലാണോ? അല്ല, ആ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് പ്രകാരം ദർ ഇസ് ആൻ എസ്റ്റിമേറ്റഡ് റെസിഡ്യൽ വാല്യൂ ഓഫ് ദാറ്റ് പ്ലെയർ. ആ റെസിഡ്യൽ വാല്യൂയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? വിൽ ആഡ് ദിസ് അഡീഷണൽ എമൗണ്ട്. ഓക്കെ ആണോ? ഫൈൻ. സോ ഇതൊക്കെയാണ് കോമൺലി പാസ് പേപ്പേഴ്സ് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് വിത്ത് റെസ്പെക്ട് ടു പ്ലേയേഴ്സ് കോൺട്രാക്ട് ഇൻ IAS38. അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആണോ മക്കളെ? ഒന്ന്, ഇതിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ വരാം. പ്ലേയേഴ്സ് കോൺട്രാക്റ്റിന് നമ്മൾ ഏത് സ്റ്റാൻഡേർഡിൽ കൊണ്ടുവരുന്നുള്ള രീതി ക്വസ്റ്റ്യൻ വരാം. അങ്ങനെയാണെങ്കിൽ IAS38 പറയാം. സബ്സിക്വൻ്റ്ലി പ്ലെയർ ഇഞ്ചറി ഒക്കെ വരികയാണെങ്കിൽ ഇമ്പയർമെൻറ്റ് ഇങ്ങനെ വേണം ചെയ്യാമെന്ന് പറയാം. ദെൻ ദർ വിൽ ബി സം ക്വസ്റ്റ്യൻസ് വേറിലേക്ക് അവർ ഓൾറെഡി പറയും ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഹൗ വി ആർ ഗോയിങ് ടു അക്കൗണ്ട് ഫോർ ദാറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ദ കോൺട്രാക്ട്, ഈ എക്സ്പെൻസ് ഒക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ചോദിക്കാം. സോ അവിടെ ഓർക്കുക, ഈ എക്സ്റ്റൻഷൻ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ഒരു സബ്സിക്വൻറ്റ് ഒരു അസറ്റിൻ്റെ ഒരു അഡീഷണൽ എമൗണ്ട് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇനിഷ്യൽ കോൺട്രാക്ട് പീരീഡ് കഴിയുമ്പോൾ ഒരു പ്ലെയറിന് റെസിഡ്യൽ വാല്യൂ ഉണ്ടെങ്കിൽ ആ റെസിഡ്യൽ വാല്യൂയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? എമൗണ്ട് വീണ്ടും ആഡ് ചെയ്യുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആണോ മക്കളെ? ട്രാൻസ്ഫർ ബിഫോർ ക്ലോസ് ഉണ്ടെങ്കിൽ അന്ന് എന്താണോ നമ്മുടെ ബുക്സിലുള്ള പ്ലെയറിൻ്റെ വാല്യൂ അതേ മൈനസ് സെയിൽ പ്രൊസീഡ്സ്. നോർമലി ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്യും.
ബുക്സിൽ. സെയിം ആസ് അപ്പോൾ പ്രോപ്പർലി കൺട്രോൾ ട്രാൻസ്ഫർ ആയാൽ നോക്കുക പുതിയ ടീമിലേക്ക്. ആ പുതിയ ടീമിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ടിൻ്റെ ഡീറെക്കഗ്നേഷൻ നടത്തുക. ആ പ്ലെയറിനെ നമ്മുടെ ബുക്സിൽ നിന്ന് ഡീറെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ ഡീറെക്കഗ്നൈസ് ചെയ്യുമ്പോൾ സെയിൽ പ്രൊസീഡ്സ് മൈനസ് ക്യാരിങ് വാല്യൂ വിൽ ബി റെക്കോർഡ് ആസ് പ്രോഫിറ്റ് ഇൻ ദ ബുക്സ് ഓർ ലോസ്. ഓക്കെ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? നൗ ദെൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്ലെയറിൻ്റെ ഒരു പേഴ്സണൽ ഇഞ്ചുറി ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം ഇമ്പയർമെൻറ്റ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ലെറ്റ്സ് സേ ദ ടീം ഈസ് കണ്ടിന്യൂസ്ലി ലൂസിങ് ദ മാച്ച്. അപ്പോൾ അവിടെ ഒരു ഇമ്പയർമെൻറ്റ് സിറ്റുവേഷൻ വരുമോ? അവിടെ ഒരു ഇമ്പയർമെൻറ്റ് വരുമോ? ലൈക്ക് ടീം ഈസ് കണ്ടിന്യൂസ്ലി ലൂസിങ് ദ മാച്ചസ്. അപ്പോൾ അവിടെ ഒരു ഇമ്പയർമെൻറ്റ് വരുമോ? ഒരു ടീം കണ്ടിന്യൂസ് ആയിട്ട്, അത് നമുക്കറിയാം, ടീം കണ്ടിന്യൂസ് ആയിട്ട് മാച്ചസ് ലൂസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് അവിടെ എന്ത് വരാൻ ചാൻസ് ഉണ്ട്? ദർ ഇസ് എ ചാൻസ് ദാറ്റ് വിൽ ഡിസ്ക്രെഡിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുഡ് വില്ലിനെ അത് എഫക്റ്റ് ചെയ്യും, അല്ലേ? സോ അങ്ങനത്തെ സിറ്റുവേഷനകത്തിലൊക്കെ ആണെങ്കിൽ ഇമ്പയർമെൻറ്റിലേക്ക് അത് ലീഡ് ചെയ്യുമോ? യെസ്, ഇമ്പയർമെൻറ്റിലേക്ക് ലീഡ് ചെയ്യും. അവിടെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്, വിൽ അസ്യൂം ദാറ്റ് ദ ഹോൾ ടീമിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇമ്പയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് സെനാരിയോ വിൽ അസ്യൂം ദ ടീം ഇറ്റ് സെൽഫ് ആസ് എ CGU. ടീമിനെ ഒരു CGU ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് ആ ഹോൾ ടീമിൻ്റെ ബേസിലായിരിക്കും നമ്മൾ, കാരണം ഒരാൾ മാത്രമായിരിക്കത്തില്ല ചിലപ്പം ലൂസ് ആവാനുള്ള കാരണം. ഇറ്റ്സ് എ ടോട്ടൽ ടീം എഫേർട്ട്. അപ്പോൾ ഇൻഡിവിജ്വലി പോയിട്ട് നമുക്ക് അവിടെ ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻ ദാറ്റ് സെനാരിയോ മൊത്തം ടീമിനെ ഒരു CGU ആയിട്ട് കൺസിഡർ ചെയ്യും, ഒരു ക്യാഷ് റേറ്റിംഗ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടെയൊക്കെ കാൽക്കുലേഷൻ അല്ല നമുക്ക് മെയിൻലി വരുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനകത്തിലൊക്കെ കൂടുതലും ക്വസ്റ്റ്യൻസ് നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ലൂസിങ് ദ മാച്ച് ഇസ് ലൈക്ക് എൻ ഇൻറ്റേർണൽ. കാരണം നമുക്ക് മനസ്സിലാവുകയാണ് ഇൻറ്റേർണലി ആ പർട്ടിക്കുലർ മാർക്കറ്റ് വാല്യൂ അവിടെ കുറഞ്ഞു എന്നുള്ളത്, അല്ലേ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ടീം പെർഫോം ചെയ്യാത്തൊരു സിറ്റുവേഷനാണ്. ഒരു അസറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എൻ ഇൻറ്റേർണൽ ഫാക്ടർ. ഓക്കെ, സോ ഇതൊക്കെയാണ് നോർമലി പ്ലേയേഴ്സ് കോൺട്രാക്റ്റിൻ്റെ ബേസ് ചെയ്ത് നമ്മൾ പാസ് പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ IAS 32(8) അവർ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു സെനാരിയോ ആണിത്. ഒന്ന്, ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, അമോർട്ടൈസേഷൻ എങ്ങനെ വേണം, റവന്യൂ ബേസ്ഡ് പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ പ്ലേയേഴ്സ് കോൺട്രാക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. സോ ദിസ് പാർട്ട് ഇസ് ക്ലിയർ എവരിവൺ? അപ്പോൾ ഇത് സെയിം നോളജ് പാർട്ടാണ് ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. സോ വി ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇവിടെ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സെനാരിയോ ഒന്ന് വായിച്ചോ. സോ ഹിയർ ദേ സെഡ് ദാറ്റ് the L company has its own subscription based television station. സോ ഇത് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് ഇവിടുത്തെ ടെലിവിഷൻ്റെ മോഡൽ. So as a result, it has material intangible asset which relates to content rights associated with the television programs. The budgeted cost of production are based on estimated future revenue for the television program. This cost of production are then capitalized as an intangible asset and called content rights. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. സോ ഇൻ എ വേ വി ക്യാൻ സേ ദാറ്റ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ദ റവന്യൂ. ഇപ്പോൾ ഞാനൊരു 300 കോടിക്ക് ഒരു പടം ചെയ്യണമെങ്കിൽ അവിടെ നമുക്കറിയാം, നമ്മുടെ എക്സ്പെക്റ്റേഷൻ കാരണം ഇത്ര റവന്യൂ കളക്ട് ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും ഞാൻ ബഡ്ജറ്റ് ഇട്ട് ചെയ്യുന്നത്. അല്ല ചുമ്മാ ഒരു പടം ഞാൻ 300 കോടി ചെയ്യത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ചെക്ക് ദാറ്റ് ഒരു വെബ് സീരീസോ കാര്യങ്ങളോ ഞാൻ കോസ്റ്റ് അതിൻ്റെ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത്, ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം എനിക്കൊരു എക്സ്പെക്റ്റേഷൻ കാണും, റവന്യൂ ഇത്രയും വരും. ആ റവന്യൂവും കസ്റ്റമർ അക്വസിഷനും ടോട്ടൽ അപ്റ്റൈനബിൾ മാർക്കറ്റ് എന്താണെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അതിപ്പം അല്ലെങ്കിൽ മലയാളത്തിൽ വന്നിട്ട് നമുക്കിപ്പോൾ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ആരും വന്നിട്ട് 300 കോടിയുടെ പടം ചെയ്യത്തില്ല. കാരണം നമുക്കിവിടെ ആകെ കളക്ഷൻ വരുന്നത് എത്രയാണ്, 100 CR എല്ലാം ആയിരിക്കും. അപ്പോൾ ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ റവന്യൂ. അപ്പോൾ എസ്പെഷ്യലി ഈ പറയുന്ന ഫിലിം ഫീൽഡിലും അല്ലെങ്കിൽ വെബ് സീരീസിൻ്റെ ഒക്കെ പ്രൊഡക്ഷനിലോട്ടൊക്കെ വരുമ്പോൾ ആ റവന്യൂവിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്രത്തോളം കോസ്റ്റ് സ്പെൻഡ് ചെയ്യണമെന്ന് നോക്കുന്നത്. ഓക്കെ, സോ സംഹൗ ദാറ്റ് എക്കണോമിക് കോസ്റ്റ് അല്ലെങ്കിൽ അസറ്റിൻ്റെ കോസ്റ്റും റവന്യൂവും തമ്മിൽ അവിടെ ഒരു കണക്ഷൻ വരുവാണ്. So directors of L company believes that the intellectual property in content right is assumed as consumers view the television program. So consequently,
L company currently amortizes the content rights based on estimated future revenue from the television program. അപ്പോൾ ഇവിടെ ഇവർ amortization ചാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എസ്റ്റിമേറ്റഡ് റവന്യൂവിൻ്റെ ബേസിലാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ടെലിവിഷൻ പ്രോഗ്രാം ഈസ് എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ് എ റവന്യൂ ഓഫ് 8 million ആൻഡ് 4 million ഓഫ് ദാറ്റ് ജനറേറ്റഡ് ഇൻ ഇയർ 1, അപ്പോൾ ടോട്ടൽ ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂ 8 million ആണ് ആ പ്രോഗ്രാമിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഇയർ 1 50% റവന്യൂ നമ്മൾ 50% അമോർട്ടൈസേഷൻ നമ്മൾ കൊടുക്കും. ഇഫ് ഔട്ട് ഓഫ് 8 million 4 million റവന്യൂ ഫസ്റ്റ് ഇയർ വന്നു കഴിഞ്ഞാൽ ദെൻ അമോർട്ടൈസേഷൻ വിൽ ബി 50%. കാരണം അത്രത്തോളം ബെനിഫിറ്റ് നമ്മൾ റിയലൈസ് ചെയ്തു എന്നാണ് അർത്ഥം. ബാക്കി ഇൻ ദ സെയിം വേ 50% സെക്കൻഡ് ഇയറിൽ നമ്മൾ കാണിക്കും. അപ്പോൾ ഇവിടെ ആ റവന്യൂവിൻ്റെ ബേസിൽ ആ ടോട്ടൽ റവന്യൂ എന്താണോ ആ ടോട്ടൽ റവന്യൂവിൻ്റെ എത്ര ശതമാനം നമ്മൾ ഈ വർഷം റിയലൈസ് ചെയ്തു, അപ്പോൾ റവന്യൂ റിയലൈസ് ആവുന്ന അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അമോർട്ടൈസേഷൻ ചെയ്യുന്നത്. സോ ഈ മെത്തേഡ് കറക്റ്റ് ആണോ എന്നുള്ളതാണ്. ഇൻഡസ്ട്രി പ്രാക്ടീസ് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ ബേസിലാണല്ലോ നമ്മൾ നോർമലി അമോർട്ടൈസേഷൻ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ നമ്മൾ ആ യൂസ്ഫുൾ ലൈഫിന് പകരം, എക്കണോമിക് യൂസ്ഫുൾ ലൈഫിന് പകരം അസറ്റിൻ്റെ റവന്യൂ എന്താണോ ആ റവന്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് അവർ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദേ ആർ കാൽക്കുലേറ്റിംഗ് ദ അമോർട്ടൈസേഷൻ ചാർജസ്. സോ ആ മെത്തേഡ് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആ നോളജ് പാർട്ട് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ. സോ ക്യാൻ യു അപ്രൂവ് ദാറ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ട്രഡീഷണൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്? ഇവിടെ റവന്യൂ ബേസ്ഡ് മോഡൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? വാട്ട് ഡു യു തിങ്ക്? ആ റവന്യൂ ബേസ്ഡ് മോഡൽ നമുക്ക് ഫോളോ ചെയ്യാം മക്കളെ. ഇപ്പോൾ ഒരു മാർച്ച് 2020 അപ്പോൾ റിയൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, സാമ്പിൾ ക്വസ്റ്റ്യൻ അല്ല. സോ ദേ ഹാവ് സീൻ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഫ്രം ദിസ് ഏരിയ ലൈക്ക് ദിസ്. സോ നോക്കിയേ, നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ആ റവന്യൂ ബേസ്ഡ് മോഡൽ നമുക്കിവിടെ ഫോളോ ചെയ്യാൻ പറ്റുമോ? യെസ്, ഒബ്വിയസ്ലി ഫോളോ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ആ പറയുന്ന കോസ്റ്റും ബെനിഫിറ്റും തമ്മിൽ ഭയങ്കരമായിട്ടും എന്താണ്, റവന്യൂവും അസൻ്റെ യൂസ്ഫുൾ ലൈഫും തമ്മിൽ ഭയങ്കര കോറിലേഷനാണ്. കാരണം സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് ചാനൽ. അപ്പോൾ എത്ര നാളത്തൊക്കെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ അത്രയും നാളേ ഉള്ളൂ ആ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, അല്ലേ? സോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് അസറ്റ് ആയതുകൊണ്ട്, സിൻസ് ഇറ്റ് ഈസ് ഹൈലി കോറിലേറ്റഡ്, അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫും റവന്യൂവും ഹൈലി കോറിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറയാം? ഇവിടെ റവന്യൂ ബേസ്ഡ് മോഡൽ ചൂസ് ചെയ്യാമെന്ന് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ എവരി വൺ? ഒരു ട്രഡീഷണൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് മാറി ഒരു വേറിട്ട മെത്തേഡാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. സോ ബട്ട് വി ക്യാൻ അപ്രൂവ് ഇറ്റ്. അതിൻ്റെ റീസൺ എന്താണ്? ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡൽ ആയതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാ പ്ലാറ്റ്ഫോംസിലും അത് ആപ്ലിക്കബിൾ ആണ്. സോ ഇറ്റ്സ് ലൈക്ക് നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ ഒരു ബേസിലൊക്കെ അവർ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. നെറ്റ്ഫ്ലിക്സിൻ്റെ ആമസോണിൻ്റെ ഒക്കെ സാലറിനകത്തോട് കൊണ്ടുവരാം. സോ ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് ന്യൂലി കമ്മിങ് ടു ദ പ്രൊജക്റ്റ്. ഇപ്പോൾ പണ്ടൊന്നും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഇല്ലായിരുന്നു. ഇപ്പോഴല്ലേ ഇങ്ങനത്തെ വെബ് സീരീസിനൊക്കെ ചാനൽസൊക്കെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇന്നേവേ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് നമുക്കാണ്. സോ അതുകൊണ്ട് നമുക്ക് ഏത് മോഡൽ ചൂസ് ചെയ്യാം? ഇവിടെ റവന്യൂ ബേസ്ഡ് മോഡൽ ചൂസ് ചെയ്യാമെന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? ഇറ്റ്സ് ക്ലിയർ എവരി വൺ? Can you reply in the chat, guys? Fine. Now, any player contract cost in the scenario ഉണ്ട്. So, player contract registration are normally recorded as intangible asset. അവരിവിടെ ഓൾറെഡി ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. സോ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ആൻഡ് ഇനിഷ്യലി റെക്കഗ്നൈസ് ദ ഫെയർ വാല്യൂ ഓഫ് ദ കൺസിഡറേഷൻ പെയ്ഡ് ഫോർ ദ എക്വസിഷൻ. അപ്പോൾ ആ കോസ്റ്റ് എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ എത്ര രൂപയാണോ പേ ചെയ്തത് അതാണ് കോസ്റ്റ് ഓഫ് എക്വസിഷൻ ആയിട്ട് വെച്ചേക്കുന്നത്. However, subsequently the players' contract are often renegotiated at a cost. Renegotiation നടക്കാറുണ്ട്. So also players' contract may contain contingent performance conditions where individual players may be paid a bonus based on their success in terms of goals scored or success of the team as a whole. So this bonus represent additional contract cost. അപ്പോൾ കണ്ടിജൻറ്റ് എമൗണ്ട്സ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പോൾ കണ്ടിജൻറ്റ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ട. പ്ലെയർ ചിലപ്പോൾ ഗോൾ സ്കോർ ചെയ്യുന്നതിൻ്റെ ബേസിലോ അല്ലെങ്കിൽ സബ്സിക്വൻ്റ്ലി ടീം നല്ലതായിട്ട് പെർഫോം ഒക്കെ ചെയ്യുവാണെങ്കിൽ വി മേ പേ സം അഡീഷണൽ കൺസിഡറേഷൻ ടു ദ പ്ലെയർ. സോ അതിന് നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് പറയാൻ പറ്റുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനിഷ്യലി തന്നെ നിങ്ങൾക്ക് തോന്നുവാണ്, ഓക്കെ ലെറ്റ്സ് ഇപ്പോൾ ഒരാളെ ഇപ്പോൾ അത്രയും നല്ലൊരു പ്ലെയറിനെ കൊണ്ടുവരുന്ന സമയത്ത് ഹീ ഈസ് ഗോയിങ് ടു മീറ്റ് ദ ടാർഗറ്റ് നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ, കണ്ടിജൻ്റ് ആണല്ലോ, അപ്പോൾ പ്രോബബിലിറ്റിയുടെ ബേസിൽ നിങ്ങൾക്ക് അത്രയും ഉറപ്പാണ് ഈ പള്ളിക്കാരൻ അല്ലെങ്കിൽ ഈ പ്ലെയറോ അല്ലെങ്കിൽ ആസ് എ ടീം ദേ വിൽ മീറ്റ് ദിസ് ക്രൈറ്റീരിയാസ് എങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ആ ഇനിഷ്യൽ കോൺട്രാക്ട് കോസ്റ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ, ആ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ എമൗണ്ടിൻ്റെ കൂടെ ഈ കണ്ടിജൻ്റ് എമൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് അക്വയറിങ് ദ പ്ലെയർ ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യും. ഓക്കെ, ആ സബ്സിക്വൻറ്റ് കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, സബ്സിക്വൻ്റ്ലി വരുന്ന കൺസിഡറേഷൻ എമൗണ്ട് നമുക്ക് ആദ്യം തന്നെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും ഇഫ് യു ആർ ഹൈലി പ്രോബബിൾ ദാറ്റ് ദേ വിൽ മീറ്റ് ദിസ് ക്രൈറ്റീരിയ. അല്ലെങ്കിൽ
ആ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്ത് പോയാൽ മതി, അന്നത്തെ ക്യാരിങ് വാല്യൂലോട്ട് ആഡ് ചെയ്ത് പോയാൽ മതി. നമ്മൾ അഡീഷണൽ ഒരു ഫീച്ചേഴ്സ്, ഒരു അസറ്റിലൊക്കെ നമ്മൾ അഡീഷണൽ ഫീച്ചേഴ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യത്തില്ല. അപ്പോൾ അതേപോലെ തന്നെ അന്നത്തെ ക്യാരിങ് വാല്യൂക്ക് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത് പോവാം. ദെൻ ഫോർ ഇമ്പയർമെൻറ്റ് പർപ്പസ്, L company does not consider it is possible to determine value of an individual player unless the player were to suffer a career-threatening injury or cannot play in the team. ഓക്കെ, ഫോം ഔട്ട് ആണെങ്കിലോ കരിയർ ത്രെറ്റനിങ് ഇഞ്ചുറി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്പെസിഫിക്കലി അറിയാം ആ ഒരു CGUവിലെ ഒരു അസറ്റ് എന്തായി, ഇമ്പയർ ആയി എന്നുള്ളത്. അല്ലെങ്കിൽ പ്ലെയർ ഇമ്പയർമെൻറ്റ് പർപ്പസിന് നമുക്ക് ഒരിക്കലും ഇൻഡിവിജ്വൽ ബേസിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ അപ്പോൾ നമ്മൾ എന്തായിരിക്കും, ഓൺ വാട്ട് ബേസിസ് വി ആർ ഗോയിങ് ടു ചെക്ക് ദ ഇമ്പയർമെൻറ്റ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് പ്രകാരം ഓക്കെ. സോ അവിടെ ആണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇവിടെ ഈ പർട്ടിക്കുലർ കേസിൽ ഇമ്പയർമെൻറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, how will you recognize the impairment in this scenario? How will you recognize the impairment, guys? ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനൊന്നും ഇല്ലാത്തതുകൊണ്ട് CGU ആയിട്ട് കൺസിഡർ ചെയ്യണം. ആസ് വി ഡിസ്കസ് ഇൻ ദ ലാസ്റ്റ് സെനാരിയോ, വിൽ കൺസിഡർ ഇറ്റ് ആസ് എ CGU. ഹോൾ ടീമിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ രണ്ട് സിറ്റുവേഷൻ ആയിരുന്നു ചോദിച്ചേ, ആ അഡീഷണൽ കോസ്റ്റ് നിങ്ങൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നുള്ളൊരു സെനാരിയോയും പിന്നെ ഇമ്പയർമെൻറ്റ് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുള്ള സംഭവം. ഓക്കെ ആണോ മക്കളെ? Is it clear everyone? ആ ഇമ്പയർമെൻറ്റിൻ്റെ സെനാരിയോ നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം നോക്കി, amortization of relegation പ്രോഗ്രാംസിൻ്റെ സെനാരിയോ നോക്കി, IAS 38 ആൻഡ് ദിസ് അഗെയിൻ ഇറ്റ്സ് ആൻ IAS 38 പാർട്ട്. ഓക്കെ ആണോ? ഈ സിറ്റുവേഷൻ ക്ലിയർ ആണോ എല്ലാവർക്കും? So there has been multiple scenarios they always test with respect to IAS 38 or IFRS 16 നമ്മൾ നോക്കി. സോ ഈ രണ്ട് സ്റ്റാൻഡേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആസ് വെൽ ആസ് പ്രൊവിഷൻ എപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് വരത്തില്ല, ദേ വിൽ ടെസ്റ്റ് ഇറ്റ് അലോങ് വിത്ത് സം അതർ സ്റ്റാൻഡേർഡ്സ്. സോ ഏരിയ ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ കുഞ്ഞു സ്റ്റാൻഡേർഡ്സ് എപ്പോഴും അറിഞ്ഞിരിക്കുക, ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻ 38, IAS 38, ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഇതൊക്കെ ക്ലബ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ്. Is it clear everyone? Can you reply in the chat? So we discussed 3 standards today. IFRS 16 നമ്മൾ നോക്കി, discussed about IAS 37 and IAS 38. അപ്പോൾ ഈ 3 സ്റ്റാൻഡേർഡ്സ് ക്ലിയർ ആണോ എല്ലാവർക്കും? പ്രൊവിഷനും ഇൻടാഞ്ചിബിൾ അസറ്റും അതേപോലെ ലീസും. അപ്പോൾ അതിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് കൂടുതൽ ചെയ്യുന്നതിനപ്പുറം എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാം, ഏതൊക്കെ നോളജ് ഏരിയ ആണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്നാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്ത് പോയത്. സോ ദിസ് പാർട്ട് ഈസ് ക്ലിയർ എവരി വൺ? ഓക്കെ ആണോ? ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? സോ നമ്മൾ ഇന്ന് മെയിൻലി നോക്കിയത് IFRS 16. അപ്പോൾ ഇതൊക്കെ കോമൺലി ടെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ് ആണ്. IFRS 16 നമ്മൾ നോക്കി, വി ഡിസ്കസ്ഡ് അബൌട്ട് IFRS 5, ദെൻ IAS 37, IAS 38 നമ്മൾ പറഞ്ഞു, ആൻഡ് IAS 36. സോ ഈ ഏരിയാസിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ചൊരു ഏരിയ ഉണ്ട്, എന്താണ് IFRS 9 നമ്മൾ നോക്കി, ദെൻ IAS 32 നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ഇറ്റ് ഈസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ആൻഡ് IFRS 15. സോ ഇതൊക്കെ ലാസ്റ്റ് 2-3 സിറ്റിംഗ്സ് ആയിട്ട് കോമൺലി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആണ്. സോ വി ഹാവ് ടു ഗീവ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ടു ദി സ്റ്റാൻഡേർഡ്സ് ആസ് വെൽ. ഇസ് ദാറ്റ് ക്ലിയർ എവരി വൺ? ചാറ്റിലൊന്ന് പറയാടാ. ഇതേപോലെ കോമൺലി ടെസ്റ്റ് ചെയ്യുന്നൊരു ചെറിയ സ്റ്റാൻഡേർഡാണ് IAS 24 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് IAS 24? ഹാവ് യു ഹേർഡ് അബൌട്ട് IAS 24? IAS 24 കേട്ടുണ്ടോ? IAS 24 ക്യാൻ റിപ്ലൈ ഇൻ ദ ചാറ്റ്. IAS 24 എന്താണ്? എന്താണ് IAS 24? ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. അപ്പോൾ ഇതൊക്കെ ചെറിയ സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലും
നമ്മൾ നോർമലി ഇഗ്നോർ ചെയ്ത് പോകുന്ന സ്റ്റാൻഡേർഡാണ്, ബട്ട് ഇറ്റ്സ് ഹൈലി ടെസ്റ്റഡ്. എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്റ്റാൻഡേർഡാണിത്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് വി ഹാവ് ടു ചെക്ക് ഇൻ റിലേറ്റഡ് പാർട്ടി? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമുക്ക് റിലേറ്റഡ് പാർട്ടി ആണെന്ന് പറയാൻ പറ്റുന്നത്? വാട്ട് ആർ ദ മെയിൻ ഏരിയാസ് വെയർ ഇൻ വിച്ച് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ റിലേറ്റഡ് പാർട്ടി? റിലേറ്റഡ് പാർട്ടി ആണോ അല്ലയോ നമ്മൾ എപ്പോഴാണ് നോക്കുന്നത്? ഓക്കെ, ഒന്നെങ്കിൽ ഒരു പേഴ്സൺ, ഓക്കെ, എ പേഴ്സൺ ഹു ഈസ് പേഴ്സൺ ഓർ എ ക്ലോസ് ഫാമിലി മെമ്പർ ആവാം, ഒരാളോ അല്ലെങ്കിൽ ഒരു ക്ലോസ് മെമ്പർ ഓഫ് ദാറ്റ് പേഴ്സൺസ് ഫാമിലി. പുള്ളി ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നൊരു ഫാമിലി മെമ്പർ റിലേറ്റഡ് ടു നമ്മുടെ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒരു ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ട് ഒരാൾ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്പൗസോ അല്ലെങ്കിൽ ഫ്രം ഫാമിലി മെമ്പർഷിപ്പിൽ വരുന്ന ഒരാൾ. പക്ഷേ ആ പേഴ്സൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത്രയും കൺട്രോൾ പൊസിഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. ദാറ്റ് ഈസ് ഹി ക്യാൻ ബി എ ഷെയർ ഹോൾഡർ ഓർ എ ഡയറക്ടർ. ഓക്കെ, അപ്പോൾ ആ ലെവലിലൊക്കെ ഇരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു മെയിൻ CFO ഓർ CEO ലെവലിലൊക്കെ ഇരിക്കുന്ന അത്രയും ഹൈലി ഇൻഫ്ലുവൻഷ്യലായിട്ട് ഉള്ള പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ? റിലേറ്റഡ് പാർട്ടി ആകത്തുള്ളൂ. ഇപ്പോൾ ഒരു ചീഫ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫൈനാൻസ് അക്കൗണ്ടൻറ്റായിട്ട് ഇരിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അവിടെ എന്താകത്തില്ല? അത് റിലേറ്റഡ് പാർട്ടി ആകത്തില്ല. അപ്പോൾ പേഴ്സൺ ഓർ എ ക്ലോസ് ഫാമിലി മെമ്പർ ഓഫ് ദാറ്റ് പേഴ്സൺസ് റിലേറ്റിംഗ് ടു റിപ്പോർട്ടിംഗ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ആ പേഴ്സൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആണ് ഈ കമ്പനിയിൽ, എലാൻസ് എന്ന് പറഞ്ഞ കമ്പനി, ഞാൻ ജസ്റ്റ് അക്കൗണ്ടൻ്റ് ആണെന്ന് വെച്ചോ. അപ്പോൾ അവിടെ ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ സ്പൗസ് ഇവിടെ നിന്ന് വന്ന് കുറച്ച് ഷെയർ വാങ്ങുന്നു, ഇതൊന്നും എന്താകത്തില്ല? അവിടെ റിലേറ്റഡ് പാർട്ടി ആകത്തില്ല. Okay, so a person or a close family member of that person's family relating to a reporting entity or someone who has a control or joint control, direct control അല്ലെങ്കിൽ joint control they have with the reporting entity ആവാം. അത് റിലേറ്റഡ് പാർട്ടിയുടെ ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ ഡെഫിനിഷൻ എന്തായാലും നമ്മൾ ഓർത്തിരിക്കണം. whenever there is a related party question we have to write it there. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒക്കെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതെല്ലാം കൈൻഡ് ഓഫ് ഡിസ്കഷൻ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഡിസ്കഷൻ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ അവിടെ നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വരും. അപ്പോൾ ഓൾമോസ്റ്റ് SPR ലൈക്ക് എ തിയറി പേപ്പർ. അപ്പോൾ ജഡ്ജ്മെൻറ്റ്സ് ഭയങ്കര ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് IAS 24. അപ്പോൾ ക്ലോസ് ഫാമിലി മെമ്പർ എന്ന് പറയുമ്പോൾ ആരാന്ന് ഞാൻ പറഞ്ഞു, ജോയിൻറ്റ് കൺട്രോൾ ഓർ കൺട്രോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ വരാം. അല്ലെങ്കിൽ വി ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്, ദാറ്റ് ഈസ് ഒരു അസോസിയേറ്റ് വല്ലതും ആണെങ്കിൽ. പേരൻറ്റ് സബ്സിഡി റിലേഷൻഷിപ്പ് പോലെ തന്നെ പേരൻറ്റ് അസോസിയേറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ എന്താണ് എന്നതിൻ്റെ എക്സാമ്പിളാണ്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. ഓർ കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ, ഞാൻ പറഞ്ഞു ഓൾറെഡി, ഒരു മേജർ കീ റോൾ പ്ലേ ചെയ്യുന്ന കമ്പനിയുടെ കോർ ഗ്രൂപ്പിലുള്ള ഒരു കോർ ടീമിലുള്ള ഒരാളാണെങ്കിലും ഒക്കെ നമുക്ക് എന്താക്കാം? റിലേറ്റഡ് പാർട്ടി ആക്കാം. ഇനി ക്ലോസ് ഫാമിലി മെമ്പർ എന്ന് ഉദ്ദേശിക്കുന്ന ആരൊക്കെയാണ്? ഒന്ന് ചൈൽഡോ അല്ലെങ്കിൽ സ്പൗസ് ഓർ ഡൊമസ്റ്റിക് സ്പൗസ് ക്യാൻ ബി ദ ക്ലോസ് ഫാമിലി മെമ്പർ ഓർ ഡിപ്പെൻഡൻറ്റ്. ഇപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ള ആൾക്കാരൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ നിൽക്കുന്നതാണെങ്കിൽ ആ കൺട്രിയുടെ റൂൾസ് പ്രകാരം എൻ്റെ ഡിപ്പെൻഡൻ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ കാണും. ആ ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ളവരൊക്കെ എൻ്റെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ റിലേറ്റഡ് പാർട്ടി ആണെങ്കിൽ IAS 24 പറയുന്നത് ഇഫ് ദേ ആർ എ റിലേറ്റഡ് പാർട്ടി ദെൻ ആ റിലേറ്റഡ് പാർട്ടിയുടെ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടായിരിക്കണം. വി ഹാവ് ടു പ്രോപ്പർലി ഡിസ്ക്ലോസ് അബൌട്ട് ദാറ്റ് ട്രാൻസാക്ഷൻ. Okay, we have to properly give a disclosure about the transaction in our disclosure notes. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യണം. അപ്പോൾ ഡിസ്ക്ലോഷർ നോട്ട്സിൽ ആ ട്രാൻസാക്ഷനെ പറ്റിയിട്ടൊരു പ്രോപ്പർ ഡിസ്ക്ലോഷർ നിങ്ങൾ വരുത്തുക എന്നുള്ളതാണ് IAS 24 മെയിൻലി അവർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഭാഗം കേട്ടോ. ഡിസ്ക്ലോഷർ നോട്ട്സ് കൊടുക്കണം. അപ്പോൾ അല്ലാതെ ഇവിടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പറായിട്ട് എന്ത് ചെയ്താൽ മതി? ഡിസ്ക്ലോഷേഴ്സ് കൊടുത്താൽ മതി. ഓക്കെ ആണോ? അപ്പോൾ ആ ഡിസ്ക്ലോഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ആ എമൗണ്ട് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദ ട്രാൻസാക്ഷൻ ഓർ അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്രയാണ്. ഇപ്പം റിസീബിൾസ് ഒക്കെ ആണെങ്കിൽ ആ റിസീബിൾസ് എത്രത്തോളം ഏജ്ഡ് ആയി,
കുറേ നാളായിട്ട് കിട്ടാനുള്ള എമൗണ്ട് ആണോ, ഓക്കെ, അതിൽ എത്രത്തോളം ഇറിക്കവറബിൾ ആയി. സോ ഈ രീതിയിലുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളിവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു റിലേറ്റഡ് പാർട്ടി പാർട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇസ് ദാറ്റ് ക്ലിയർ എവരി വൺ? ഇപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നമ്മൾ എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായോ? ദ എമൗണ്ട്, ദ നേച്ചർ, ദ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് വരും. പിന്നെയും റിസീബിൾസ് ഒക്കെ ആണെങ്കിൽ അതിൽ എത്രത്തോളം ഏജ്ഡ് ആയി ആ റിസീബിൾസ്, എത്രത്തോളം ആ റിസീബിൾസ് റിക്കവറബിൾ ഡെറ്റ് വന്നു, ഇതൊക്കെയായിരിക്കും നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ട്രാൻസാക്ഷൻ. അപ്പോൾ അത് ഡിസ്ക്ലോസ്, അതിപ്പം മെറ്റീരിയൽ എമൗണ്ടിലാണെങ്കിലും, സോ നോർമൽ പ്രാക്ടീസ് വെച്ചിട്ടുള്ളൊരു എമൗണ്ടിലാണ് ആ ട്രാൻസാക്ഷൻ നടന്നത്, നമ്മൾ പ്രത്യേകിച്ച് ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും റിലേറ്റഡ് പാർട്ടി ആയിട്ടും കൊടുത്തിട്ടില്ല, എങ്കിലും നമ്മളത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഡസൻറ്റ് മാറ്റർ വെദർ ദാറ്റ് ട്രാൻസാക്ഷൻ ഹാസ് ഹാപ്പൻഡ് ഓൺ ദ മാർക്കറ്റ് ടേംസ് ഓർ നോട്ട്. മാർക്കറ്റ് ടേംസിലാണ് നടന്നത് എന്നിപ്പോൾ അവർ പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് അല്ല. ബിക്കോസ് റിലേറ്റഡ് പാർട്ടി ആകുമ്പോൾ അവിടെ ഫ്രോഡ്സ് ഒക്കെ നടക്കാൻ ഭയങ്കര ഹൈ ചാൻസസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി പേരൻറ്റ് സബ്സിഡറി റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇഫ് യു ആർ എ പാർട്ട് ഓഫ് എ ജോയിൻറ്റ് വെഞ്ചർ ഓർ പേരൻറ്റ് അസോസിയേറ്റ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ കീ ഫാമിലി മെമ്പർ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ്, ഇതൊക്കെയാണ് നമ്മൾ എന്തിലോട്ട് വരുന്നത്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അതാണെങ്കിൽ ഇഫ് കമ്മിങ് ആസ് എ പാർട്ട് ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, ദെൻ ദ എമൗണ്ട്, ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ്, ദെൻ റിസീബിൾസിൻ്റെ കേസിലാണെങ്കിൽ എത്രത്തോളം ഏജ്ഡ് ആണ്, റിക്കവറബിലിറ്റി ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ, അപ്പോൾ റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ദാറ്റ് യു ഹാവ് ടു കവർ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, ഈ അക്കൗണ്ടൻറ്റ് ലെവലിലുള്ളവരൊന്നും എന്തായിരിക്കത്തില്ല, റിലേറ്റഡ് പാർട്ടി ആയിരിക്കത്തില്ല. ഓക്കെ, അത് മാത്രം നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് ആണ് കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത്. ദേ ആർ നോട്ട് ടെസ്റ്റിംഗ് ഓൺ ദ കാൽക്കുലേഷൻ പാർട്ട്. പിന്നെ എന്തൊക്കെ പ്രോപ്പർ ഡിസ്ക്ലോസർ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതിൻ്റെ ആ ഒരു നോളജ് പാർട്ട് ഒന്ന് നോക്കി വെച്ചേക്കാം. ഇസ് എ ക്ലിയർ എവരി വൺ? അപ്പോൾ IAS 24 ക്ലിയർ ആണോ? മെയിൻലി ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. IAS 24ൻ്റെ ഈ നോളജ് പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? Can you reply in the chat? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. അപ്പോൾ നമ്മളിന്ന് ഓൾമോസ്റ്റ് കുറേ ചെറിയ ചെറിയ സ്റ്റാൻഡേർഡ്സ് ആണ് കവർ ചെയ്തെങ്കിൽ വി ഡിസ്കസ്ഡ് സോ മെനി പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മാക്സിമം നോക്കുന്നത് റിവിഷനിലും. ഓക്കെ, മെയിനായിട്ടുള്ള കുറേ ഏരിയാസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ആൻഡ് ഈവൻ ഫ്രം എക്സ്പീരിയൻസ് ഫ്രം ദ ലാസ്റ്റ് 2 സിറ്റിംഗ്സ് ഈ ഏരിയാസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ തന്നെ. ഓക്കെ, സോ അതെല്ലാവരും ഒന്ന് റിവേഴ്സ് ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പോവുക. സോ നെക്സ്റ്റ് ഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് IFRS 2 ആൻഡ് IAS 19. അതും ഒരു ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്. ദെൻ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഗ്രൂപ്പ്. ഇതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, സോ ദിസ് പാർട്ട് ഇസ് ക്ലിയർ എവരി വൺ? അപ്പോൾ ലൈവ് എടുക്കുന്ന സമയത്ത് സംടൈംസ് ഐ കനോട്ട് റിപ്ലൈ ടു ദ യൂട്യൂബ് ചാറ്റ്സ് അപ്രോപ്രിയറ്റ്ലി. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ഡൗട്ട്സ് ഉണ്ട് ഞാൻ റിസോൾവ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. സോ മേ ബി ലൈവ് സെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എല്ലാ ചാൻസിനും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് യു ക്യാൻ ജസ്റ്റ് ടെക്സ്റ്റ് ഇറ്റ് ഡയറക്ട്ലി ഇഫ് യു ഹാവ് എനി സ്പെസിഫിക് ഡൗട്ട്സ്. ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യുക ഇൻ ആൻസേഴ്സും കാര്യങ്ങളും, ആൻഡ് പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് ഏരിയാസ് ആസ് വെൽ. ഇതൊക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓരോന്നിനും നമുക്ക് സ്പെസിഫിക് വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഇസ് പ്രോപ്പർലി ഡിസ്കസ്ഡ്. അപ്പോൾ സമ്മറൈസ് ചെയ്ത് പറയുന്ന സമയത്ത് ഐ നോ ലൈക്ക് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ, ബട്ട് അഗെയിൻ എല്ലാം നമ്മൾ ഡീറ്റെയിലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സോ ദോസ് ഹു ആർ അറ്റൻഡിങ് ലൈവ്, ഇഫ് യു ആർ കമ്മിങ് അപ്പ് വിത്ത് സം സ്പെസിഫിക് ഡൗട്ട്സ് ക്യാൻ ഡയറക്ട്ലി ടെക്സ്റ്റ് മീ. Okay, fine. So that's it for the day.